Good evening. So, നമ്മൾ ലാസ്റ്റ് ഡേ സെക്ഷൻ 37 സബ്സെക്ഷൻ 2b വരെയുള്ള ഡിസ്കസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് അലവൻസ്, ദാറ്റ് മീൻസ് ഡിഡക്ഷൻ ആയിട്ട് അലോ ചെയ്യുന്ന സെക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് സെക്ഷൻ 40 ആണ് ഡിസലൗഡ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഡിസലവൻസ്. അതെന്താണ്? ഡിഡക്ഷൻ ആയിട്ട് അലോ ചെയ്യാത്ത എക്സ്പെൻഡിച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, സെക്ഷൻ 40 clause A1. Okay. Section 40 clause A1. Any interest, royalty, fee for technical service or other sum chargeable under this act which is payable outside India or in India to a non-corporate, non-resident or to a foreign company on which tax deductible at source has not been deducted or after deduction has not been paid or paid on or before due date specified under section 139 subsection 1. So due date of filing return ആണ് 139 subsection 1 എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഡിസലവൻസ് അട്രാക്ട് ചെയ്യുന്നത്. സോ നോക്കാം എന്തൊക്കെയാണ്. interest, a royalty, fee for technical service. Interest, royalty, fee for technical service or other sum. Okay, so ഇത് ആർക്കാണ് പേ ചെയ്യുന്നത്? ഒന്നുകിൽ ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെങ്കിൽ എന്താണ്, ഒരു നോൺ റെസിഡന്റ് ആണ്. ടു ഇന്ത്യ ടു എ നോൺ കോർപ്പറേറ്റ് ഓർ നോൺ റെസിഡന്റ് ഓർ ടു എ ഫോറിൻ കമ്പനി. ഇതെല്ലാം എന്താണ്, ഒരു നോൺ. സോ നമുക്ക് എങ്ങനെ സമർപ്പിക്കാം? സോ ദാറ്റ് മീൻസ് ഈ പറയുന്ന പേയ്മെന്റ്സ് ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ ഒരു നോൺ റെസിഡന്റിനോ ആണ് പേ ചെയ്യുന്നതാണ് ഇൻട്രസ്റ്റ്, റോയൽറ്റി, ഫീ ഫോർ ടെക്നിക്കൽ സർവീസ് ആൻഡ് അതർ സം ചാർജബിൾ അണ്ടർ ദിസ് ആക്ട് ഔട്ട്സൈഡ് ഇന്ത്യ ഓർ ഇൻ ഇന്ത്യ ടു എ നോൺ റെസിഡന്റ് ഓർ നോൺ കോർപ്പറേറ്റ് ഓർ നോൺ റെസിഡന്റ്, non-corporate, non-resident to a foreign company. That means ഒന്നെങ്കിൽ നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി നോൺ റെസിഡന്റ് ആണ്, ദെൻ എന്താണ് ഒരു നോൺ റെസിഡന്റ് ആയിട്ടുള്ള ആൾക്കോ കൊടുത്താൽ. സോ 40A1 സോ കൊടുക്കുന്നു. ഓൺ വിച്ച് ഇതിലെ TDS ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആപ്ലിക്കബിൾ ആയിരുന്നു. സോ TDS പിടിക്കേണ്ട പേയ്മെന്റ് ആയിരുന്നു. ബട്ട് ഒന്നുകിൽ എന്താണ്, TDS not deducted, അല്ലെങ്കിൽ എന്താണ്, TDS എന്ത് ചെയ്തു, ഡിഡക്ട് ചെയ്തു. ആഫ്റ്റർ ഡിഡക്ഷൻ എന്ത് ചെയ്തില്ല, ബട്ട് നോട്ട് പെയ്ഡ് on or before due date under section 139 subsection 1. That means no. So ഒരാള് ഇൻട്രസ്റ്റോ റോയൽറ്റിയോ ഫീ ഫോർ ടെക്നിക്കൽ എനി എമൗണ്ട് TDS ആപ്ലിക്കബിൾ ആകുന്ന എമൗണ്ട് ഒന്നുകിൽ ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെങ്കിൽ നോൺ റെസിഡന്റ് കൊടുത്തു. അത് TDS പിടിക്കേണ്ട പേയ്മെന്റ് ആയിരുന്നു. പക്ഷെ ഒന്നുകിൽ TDS പിടിക്കേണ്ട പേയ്മെന്റ് ആയിരുന്നു, TDS പിടിച്ചില്ല. അല്ലെങ്കിൽ എന്താണ്, TDS പിടിച്ചതിന് ശേഷം റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പോ അല്ല അന്നത്തെ ദിവസമായിട്ട് എന്താണ് ഈ പറയുന്ന TDS ഗവൺമെന്റിലേക്ക് അടച്ചില്ല എങ്കിൽ വരും. Then some shall not be allowed as deduction in the current previous year. Some shall not be allowed as deduction in the not been deducted in the previous year. Okay. So not been deducted at source, has not been deducted or after deduction not paid on or before due date specified under section 139 subsection 1. Okay. So previous yearല് ഡിഡക്ട് ചെയ്തില്ല അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്തിട്ട് എന്താണ് ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേണിന് മുമ്പായിട്ട് ഇത് പേ ചെയ്തില്ല എങ്കിൽ എന്താണ് കംപ്ലീറ്റ് 100%. ദാറ്റ് മീൻസ് ദാറ്റ് മീൻസ് എത്രയാണോ ഈ പറയുന്ന ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ റോയൽറ്റിയോ സോ P&L ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ് 100% എമൗണ്ട് ഡിസലോ ചെയ്യുന്ന. സോ TDS അട്രാക്ട് ചെയ്യുന്ന ഒരു പേയ്മെന്റ് ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ നോൺ റെസിഡന്റിനോ കൊടുത്താൽ ഒന്നെങ്കിൽ TDS പ്രീവിയസ് ഇയറിൽ പിടിച്ചില്ല അല്ലെങ്കിൽ TDS പിടിച്ചതിന് ശേഷം എന്താണ്
139 subsection. That means due date of filing return ഉള്ളിൽ ആ പിടിച്ച TDS അടച്ചില്ല എങ്കിൽ എന്താണ് കംപ്ലീറ്റ് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും ഡിസലോ TDS. സോ സ്റ്റുഡൻസ് നോർമലി തെറ്റാണ് TDS ഡിസലോ ചെയ്യുന്നല്ല TDS എമൗണ്ട് ഡിസലോ ചെയ്യുന്നല്ല പറയുന്നത് എന്താണ് കംപ്ലീറ്റ് ആ എക്സ്പെൻഡിച്ചർ 100% എന്താണ് ഡിസ്അലൗഡ്. സോ ദാറ്റ് മീൻസ് എന്താണ് കുറയ്ക്കാൻ പറ്റില്ല. ക്ലിയർ ആണോ? However, if such a tax has been deducted in any subsequent year or has been deducted in the previous year but paid in the subsequent year after due date specified under section 139 subsection 1, such sum shall be allowed as deduction in computing the income of the previous year in which such tax is paid. No, so very important point. ഇവിടെ എന്താണ് പറയുന്നത്? സോ ഫസ്റ്റ് കേസ് എന്ത് പറഞ്ഞു? TDS പ്രീവിയസ് ഇയറിൽ ഡിഡക്ട് ചെയ്തില്ല അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്തതിനു ശേഷം എന്താണ് 139 സബ്സെക്ഷൻ 1 അതായത് ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേണിനുള്ളിൽ അടച്ചില്ല എങ്കിൽ എന്താണ് ഡിസ്അലവൻസ് അട്രാക്ട് ചെയ്യും. സോ ഇനി ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടന്റ് പോയിന്റ്. ഹൗവർ ഇഫ് സച്ച് ടാക്സ് ഹാസ് ബീൻ ഡിഡക്റ്റഡ്. സോ നമ്മുടെ പ്രീവിയസ് ഇയർ എന്താണ് 22-23 എന്താണ് TDS നോട്ട് ഡിഡക്റ്റഡ്. So previous year however if such tax has been deducted in any subsequent year. So previous year deduct ചെയ്തിട്ടില്ല subsequent year ലാണ് ഡിഡക്ട് ചെയ്തത് അല്ലെങ്കിൽ രണ്ടാമത്തെ കേസ് എന്താണ് has been TDS എന്താണ് previous year തന്നെ ഡിഡക്ട് ചെയ്തു പക്ഷേ എന്താണ് 139 subsection 1 ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേണിനുള്ളിൽ എന്താണ് ഈ പറയുന്ന ഡിഡക്ട് ചെയ്ത TDS എന്ത് ചെയ്തിട്ടില്ല പേ ചെയ്തിട്ടില്ല എങ്കിൽ സോ ഏത് പ്രീവിയസ് ഇയറിലാണ് സച്ച് സം ഷാൽ ബി അലൗഡ്. നമ്മുടെ പ്രീവിയസ് ഇയറിൽ എന്താണ് ഡിഡക്ഷൻ കിട്ടില്ല. സച്ച് സം ഷാൽ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ ഇൻ കമ്പ്യൂട്ടിംഗ് ദ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് സച്ച് ടാക്സ് ഈസ് പെയ്ഡ്. സോ സബ്സീക്വന്റ് ഇയറിലാണ് പേ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയറിൽ കിട്ടൂല. പക്ഷെ ഏത് പ്രീവിയസ് ഇയറിലാണോ ആക്ച്വലി പേ ചെയ്യുന്നത് ആ പ്രീവിയസ് ഇയറിൽ എന്താണ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. സോ നമ്മുടെ പ്രീവിയസ് ഇയറിൽ എന്താണ് ഡിഡക്റ്റീവ് ആണെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയറിൽ തന്നെ ഡിഡക്ട് ചെയ്തിരിക്കണം. സോ ഡിഡക്ട് ചെയ്തിട്ട് പേ ചെയ്യാൻ നമുക്ക് എത്ര വരെ ടൈം ലിമിറ്റ് ഉണ്ട്? 139 സബ്സെക്ഷൻ 1 ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ ആണ് പറയുന്നത് 139 സബ്സെക്ഷൻ 1. എന്താണ് പ്രീവിയസ് ഇയർ ഡിഡക്ട് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിൽ അല്ലെങ്കിൽ കിട്ടില്ല പ്രീവിയസ് ഡിഡക്ഷൻ. സോ പ്രീവിയസ് ഇയറിൽ ഡിഡക്ട് ചെയ്തിട്ട് പേ ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ വരെ ടൈം ഉണ്ട്. അതിനുള്ളിൽ പേ ചെയ്തില്ല അതിനുശേഷമാണ് പേ ചെയ്യുന്നതെങ്കിൽ എന്താണ് ഏത് പ്രീവിയസ് ഇയറിലാണോ പേ ചെയ്യുന്നത് ആ പ്രീവിയസ് ഇയറിലെ നമുക്ക് എന്ത് കിട്ടുള്ളൂ ഡിഡക്ഷൻ കിട്ടുള്ളൂ. അതാണ് എന്ത് പറയുന്നത് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ് ഇവിടെ നമുക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. രണ്ടും സെയിം പോയിന്റ് ആണ്, ഒറ്റ വ്യത്യാസമുള്ളൂ. Any sum payable by a resident on which tax is payable to a resident. ഇവിടെ നോക്കുക, നേരത്തെ കേസിൽ ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആയിരുന്നു. സം പേയബിൾ. സോ നേരത്തെ സെക്ഷൻ 40A1 പറയുന്നത് എന്താണ് നോൺ റെസിഡന്റ് ആയിരുന്നു. 40A1A പറയുന്നത് എന്താണ് പേ ചെയ്യേണ്ടത് ആർക്കാണ് റെസിഡന്റിനാണ്. ഓക്കെ, സം പേയബിൾ ടു എ റെസിഡന്റ്. റെസിഡന്റിന് ഒരു പേയ്മെന്റ് വരുന്നുണ്ട്. സോ ഈ പേയ്മെന്റ് എന്താണ് TDS അട്രാക്ട് ചെയ്യുന്ന പേയ്മെന്റ് ആണ്. സോ നേരത്തെ പറഞ്ഞതുപോലെ TDS അട്രാക്ട് ചെയ്യുന്ന പേയ്മെന്റ് ആണ്. എന്ത് സംഭവിച്ചു? ഒന്നുകിൽ TDS നോട്ട് ഡിഡക്റ്റഡ് ഇൻ ദ പ്രീവിയസ് ഇയർ. സോ ഒന്നുകിൽ പ്രീവിയസ് ഇയർ ഡിഡക്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് പ്രീവിയസ് ഇയറിൽ TDS ഡിഡക്ട് ചെയ്തു. ആഫ്റ്റർ ഡിഡക്ഷൻ നോട്ട് paid within section 139 subsection 1. So that means എന്താണ് due date of filing return. So due date of filing return date ഏതൊക്കെയാണെന്ന് അറിയാവോ? നമ്മൾ ഫയലിംഗ് ഓഫ് റിട്ടേൺസിൽ നമ്മളത് ഇതിന്റെ ഡിസ്കസ് ചെയ്യുന്നതാണ് ആർക്കൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. സോ ഒന്നുകിൽ 31st ജൂലൈ ആണ് നോർമൽ അസസിയൻസിന്, ദെൻ 31st ഒക്ടോബർ. സോ സെക്ഷൻ 92E എന്ന് പറയും. ട്രാൻസ്ഫർ പ്രൈസിംഗ് ഒക്കെ ആണെങ്കിൽ 30th നവംബർ ആണ്. സോ ഇതൊക്കെയാണ് ഡ്യൂ ഡേറ്റ് വരുന്നത്. നോർമൽ അസസി സാലറി ഡിവിഷൻ ഒക്കെ മാത്രമാണെന്നുണ്ടെങ്കിൽ 31st ജൂലൈ. ദെൻ ടാക്സ് ഓഡിറ്റ്
സോ ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ 44AB സെക്ഷൻ 44AB ഡിസ്കസ് ചെയ്യാണ്. അവർക്ക് 31 ഒക്ടോബർ ആണ്. ദെൻ ട്രാൻസ്ഫർ പ്രൈസിങ് ആപ്ലിക്കബിൾ ആകുന്ന അസസീസിന് വരുന്നത് 30th നവംബർ ആണ്. 30th നവംബർ ആണ്. ഓക്കെ, സോ കണ്ടോ നേരത്തെ നമ്മൾ 40A1 ഒരേ ഒരു വ്യത്യാസമുള്ളൂ. എന്താണ് ഇവിടെ പേ ചെയ്യുന്ന റെസിഡന്റിനാണ് പേ ചെയ്യുന്നത്. അങ്ങനെ വന്നാൽ സോ 40A എന്തായിരുന്നു 100% ഡിസലവൻസ് ആയിരുന്നു. സോ ഇവിടെ എത്രയേ ഡിസലവൻസ് വരുന്നുള്ളൂ 30%. സോ ഡിസലവൻസ് എത്രയാണ് വരുന്നത് 30% ഓഫ് സം. സോ എത്രയാണോ എക്സ്പെൻഡിച്ചർ വരുന്നത് അതിന്റെ 30% എന്ത് വരുന്നത് ഡിസലവൻസ് ആയിട്ട് വരുന്നത്. ദെൻ ഇവിടെ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്. However, if such tax has been deducted in any subsequent year or has been deducted in the previous year but paid in the subsequent year after the due date of filing return under section 139 subsection 1, then 30% of such sum shall be allowed as deduction in computing the income of the previous year in which tax is paid. Okay, so ഇവിടെ ജസ്റ്റ് ഒരു കേസ് പറയാണ്. ഒരു TDS അട്രാക്ട് ചെയ്യുന്ന ഒരു പേയ്മെന്റ്. സോ TDS 10% TDS ജസ്റ്റ് ഒരു ഫിഗർ പറയാം. TDS അട്രാക്ട് ചെയ്യുന്ന ഒരു പേയ്മെന്റ് ആണ്. സോ പേ ചെയ്തിരിക്കുന്നത് ഒരു റെസിഡന്റിനാണ്. സോ പേയ്മെന്റ് എമൗണ്ട് വരുന്നത് 1 lakh. ജസ്റ്റ് ഒരു ഫിഗർ പറയാണ് 1 lakh. ഓക്കെ, സോ ഇതില് TDS ഡിഡക്ട് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ഡിസലവൻസ് വരുന്നത്? TDS ഡിസലവ് ചെയ്യുന്നത് എത്രയായിരിക്കും? എൻറ്റയർ 1 lakh ആണോ അല്ലെങ്കിൽ 1 lakhന്റെ 30% ആണോ ഡിസലവ് ചെയ്യുന്നത്? റെസിഡന്റിനാണെങ്കിൽ ഏത് സെക്ഷൻ ആയിരിക്കും അട്രാക്ട് ചെയ്യുന്നത്? സെക്ഷൻ 40A1A. സോ എത്രയാണ് ഇവിടെ ഡിസലവൻസ് വരുന്നത്? ഉണ്ടോ? TDS വരുന്ന ഫിഗറിന്റെ 10% അല്ല. നമുക്ക് ഡിസലവൻസ് മീൻസ് എന്താണ്? ആക്ച്വൽ എക്സ്പെൻഡിച്ചറിന്റെ 30%. സോ TDS പിടിക്കേണ്ടിയിരുന്ന 1 lakhന്റെ 10% 10,000 ആയിരുന്നു. പിടിച്ചില്ല എങ്കിൽ എനിക്ക് ഡിസലവൻസ് വരുന്നത് എത്രയാണ്? ഈ എക്സ്പെൻഡിച്ചർ. സോ എത്രയാണോ എക്സ്പെൻഡിച്ചർ അതിന്റെ 30%. എത്ര വരും? 1 lakhന്റെ 30%, 30,000 വിൽ ബി ഡിസലവ്. സോ ഈ ഡിസലവ് ചെയ്യുന്ന എമൗണ്ട്. സോ ഞാൻ TDS ഈ ഇയറിൽ പിടിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ TDS അടുത്ത ഇയറിലാണ് പിടിക്കുന്നത്. അടുത്ത ഇയറിൽ എനിക്ക് എന്ത് കിട്ടും? ഈ ഇയറിൽ ഈ ഡിസലവ് ചെയ്യുന്ന 30,000 എന്താണ്? ഏത് പ്രീവിയസ് ഇയറിലാണോ പേ ചെയ്യുന്നത് ആ ഇയറിൽ ഈ പറയുന്ന 30,000 അലൗഡ് ആസ് ഡിഡക്ഷൻ. ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? എന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ 40A1 എന്താണ്? നോൺ റെസിഡൻസിനുള്ള പേയ്മെന്റ്. 40 അതാണ് 100% ഡിസലവൻസ് ഏത് പ്രീവിയസ് ഇയറിലാണോ പേ ചെയ്യുന്ന ആ പ്രീവിയസ് ഇയറിൽ കിട്ടും. ദെൻ അടുത്ത എന്താണ്? 40A1A എന്താണ്? TDS അട്രാക്ട് ചെയ്യുന്ന പേയ്മെന്റ് റെസിഡന്റിന് പേ ചെയ്യുന്നു. അങ്ങനെയാണ്. എന്നിട്ട് TDS പിടിക്കുന്നില്ല, അല്ലെങ്കിൽ TDS പിടിച്ചിട്ട് ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേണിനുള്ള അടയ്ക്കുന്നില്ല എങ്കിൽ എന്താവും? 30% ആണ് ഡിസലവൻസ്. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Delimited credited the following amounts to the account of resident payee. So resident in the month of March 2023. So 22-23 നമ്മുടെ ഫിനാൻഷ്യൽ പ്രീവിയസ് ഇയറിന്റെ ലാസ്റ്റ് മന്തിലാണ്. without deduction of tax at source. What would be the consequence of non-deduction of tax at source by delimited on this amount during the financial year 2023, assuming that the resident payee in all the cases mentioned below have not paid the tax, if any, which was required to be deducted by delimited. So delimited നമ്മൾ TDS ഡിസ്കസ് ചെയ്യും. TDS അതായത് ഡീലിമിറ്റ് പിടിക്കേണ്ട TDS എന്താണ്? സോ ഇവര് ഈ പറയുന്ന അസസീസ്, റെസിഡന്റ് അസസീസ് പേ ചെയ്തിട്ടില്ല. സോ അവർ പിടിക്കേണ്ടായിരുന്നു. പിടിച്ചിട്ടില്ല എങ്കിൽ എന്താണ്? എനിക്ക് റെസിഡന്റ് അസസീസിന് പേ ചെയ്യണമെന്നില്ല. അങ്ങനെ TDS പിടിച്ചിട്ടില്ല എങ്കിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. കോൺസിക്വൻസ്. സോ ഇവിടെ ഏത് സെക്ഷൻ ആണ്? എന്തൊക്കെയാണെന്ന് നോക്കിയേ. സാലറി ടു ഇറ്റ്സ് എംപ്ലോയി, ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ. നമ്മൾ TDS ചാപ്റ്ററിലാണ് ഇതിന്റെ ഡിസ്കസ് ചെയ്യുന്നത്. സോ സാലറിയുടെ 12 ലക്ഷം വരുമ്പോൾ സെക്ഷൻ 192 ആണ്. ഇത് സെക്ഷൻ 194J ആണ്, ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ. സോ ഇതെല്ലാം നമ്മൾ TDS ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ TDS പിടിക്കേണ്ട 2 പേയ്മെന്റ്സ് ആയിരുന്നു. TDS പിടിക്കാതെ ആർക്ക് കൊടുത്തു? റെസിഡന്റിന് കൊടുത്തു. റെസിഡന്റിന് കൊടുത്താൽ സോ ഏത് സെക്ഷൻ ആണ് അട്രാക്ട് ചെയ്യുന്നത്? 40A1 ആണോ 40A1A ആണോ? 40A1 ആണോ 40A1A ആണ്?
1A അല്ലെങ്കിൽ IA. സോ ദെൻ ആൻസർ പറയാ. എന്തായിരിക്കും ഇതിന്റെ ഫസ്റ്റ് പർട്ടിക്കുലേഴ്സ് നോട്ട് ചെയ്യാം. ടാക്സ്. സോ സെക്ഷൻ 40A IA അല്ലെങ്കിൽ 1A. സോ TDS പിടിക്കേണ്ട ഒരു പേയ്മെന്റ് TDS പിടിച്ചിട്ടില്ലെങ്കിൽ 30%. സോ 30% ഡിസ്അലവൻസ്. 30% ഡിസ്അലവൻസ് ആണ് വരുന്നത്. സോ നമുക്ക് രണ്ട് പേയ്മെന്റ്സ് ആണ് വരുന്നത്. സോ ഡിസ്അലവൻസ് ടാക്സ് ഇംപ്ലിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. particulars, amount, then disallowance under section 40A. So first case എന്തായിരുന്നു? salary 40 salary എത്രയായിരുന്നു? 12 lakhs. Then second case എന്തായിരുന്നു? directors remuneration. Directors remuneration 28,000. 28,000. So എത്രയാണ്? ഡിസ്അലവൻസ് എത്ര ശതമാനമാണ്? ഡിസ്അലവൻസ് will be 30%. ഡിസ്അലവൻസ് എത്രയാണ്? 30%. ഡിസ്അലവൻസ് will be 30%. ഡിസ്അലവൻസ് 30%. 30%. ഡിസ്അലവൻസ് 12 lakhന്റെ 30% എത്ര വരും? 12 lakh into 30%. 3,60,000. Then 28,000 ന്റെ 30% 8,400. So total disallowance under section 40A IA 3,68,400. 3,68,400. 3,68,400. Okay. So TDS previous year പിടിച്ചില്ല. സോ ടാക്സ് കോൺസിക്വൻസ് എന്താണ്? 40 നമ്മൾ രണ്ട് സെക്ഷൻ ആണ് നോക്കുന്നത്. 40A I അല്ലെങ്കിൽ 40A1 ആണോ അല്ലെങ്കിൽ 40I ആണോ? സോ ഇവിടെ നമുക്ക് നോക്കണ്ടോ. ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലായി റെസിഡന്റ് ആണ് പേ ചെയ്തിരിക്കുന്നത്, റെസിഡന്റിനാണ്. Therefore നമുക്ക് എന്ത് പറയാം? 30% ആണ് എന്താണ് TDS പ്രീവിയസ് ഇയറിൽ തന്നെ ഡിഡക്ട് ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്തിട്ട് ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേണിനുള്ളിൽ അടച്ചില്ല എങ്കിൽ, ദെൻ ഇവിടെ ഉണ്ടോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വുഡ് യുവർ ആൻസർ change if Deal Limited has deducted tax on directors' remuneration in 2000 in April 2023 at the time of payment and remitted the same in July 2023? No. So ഒത്തിരി പേര് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് പറയാം എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇതേപോലെ സെയിം ആൻസർ ആണോ വരുന്നത്. സോ അങ്ങനെ ഡിഡക്ട് ചെയ്തതുകൊണ്ട് അങ്ങനെയാണോ? ഇപ്പൊ ഡ്യൂ ഡേറ്റ് ഉണ്ടോ? ജൂലൈ 2023 പേ ചെയ്തു എന്ന് പറയുന്നു. സോ സാലറിയുടെ പേഴ്സൺ ആണെങ്കിൽ, സാലറി മാത്രമാണെങ്കിൽ എന്താണ്? ടാക്സ് ഓഡിറ്റ് അല്ലെങ്കിൽ സെക്ഷൻ 44AB അപ്ലിക്കബിൾ ആകത്തില്ല. സോ 139 സബ്സെക്ഷൻ 1 പ്രകാരം, സോ ജസ്റ്റ് പറയാണ്, സെക്ഷൻ 139 സബ്സെക്ഷൻ 1 പ്രകാരം ഇയാളുടെ ഡ്യൂ ഡേറ്റ് ജൂലൈ ആണ്. സോ ജൂലൈ ലാസ്റ്റ് ആണ്, ജൂലൈ 31st. സോ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുക? വുഡ് യുവർ ആൻസർ ചേഞ്ച് ഇഫ് ഡീൽ ലിമിറ്റഡ് ഹാസ് ഡിഡക്റ്റഡ് ടാക്സ് ഓൺ ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ ഇൻ ഏപ്രിൽ 2023? സോ ഇവിടെ ശ്രദ്ധിക്കണം, ഡിഡക്ട് ചെയ്ത എന്നാണ്? ഡിഡക്റ്റഡ് ഇൻ ഏപ്രിൽ 2023. സോ ഈ ഡിഡക്ട് ചെയ്ത് എന്ന് പേ ചെയ്തു? ജൂലൈ 20. ദാറ്റ് മീൻസ് 31st ജൂലൈക്കുള്ളിൽ പേ ചെയ്തു. അങ്ങനെ ആണെങ്കിൽ ഇവർക്ക് ഡിസ്അലവൻസ് അല്ലാണ്ടാകുമോ? സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആകില്ല. ഇവിടെ കണ്ടോ നമ്മൾ ആ പ്രൊവിഷൻ പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ പറയാം, ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കണം. സോ നമുക്ക് ഉണ്ടോ TDS, സോ പ്രൊവിഷനിൽ നമ്മൾ പറയുന്ന പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം. സോ ഒന്നുകിൽ എന്താണ്
TDS പ്രീവിയസ് ഇയറിൽ തന്നെ ഡിഡക്ട് ചെയ്യണം. അല്ലെങ്കിൽ TDS പ്രീവിയസ് ഇയറിൽ ഡിഡക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? പേ ചെയ്യുന്നത് 139 സബ്സെക്ഷൻ 1 സോ ഇവിടെ ഡിഡക്ട് ചെയ്തത് പ്രീവിയസ് ഇയറിലാണോ? സോ നമ്മുടെ പ്രീവിയസ് ഇയർ 22-23 എന്ന് എന്താണ്? 31st മാർച്ച് കൊണ്ട് തീർന്നു. ഇവിടെ ഡിഡക്ട് ചെയ്തിരിക്കുന്ന എന്നാണ്? പ്രീവിയസ് ഇയറിലല്ല, അടുത്ത പ്രീവിയസ് ഇയർ 23-24 പ്രീവിയസ് ഇയർ ഏപ്രിൽ 2023 പേ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് TDS ഡിഡക്ട് ചെയ്തിരിക്കുന്നത്. ഒന്നുകിൽ TDS എന്ന് ഡിഡക്ട് ചെയ്യണം? പ്രീവിയസ് ഇയറിൽ തന്നെ ഡിഡക്ട് ചെയ്യണം, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ഡിഡക്ട് ചെയ്തിട്ട് അടയ്ക്കാനുള്ള ടൈമാണ് നമുക്ക് 139 സബ്സെക്ഷൻ. ദാറ്റ് മീൻസ് ജൂലൈ 31st വരെ കിട്ടുന്നത്. അപ്പോഴും എന്ത് വളരെ ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഡിഡക്ട് ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഇയറിലായിരിക്കണം. ഡിഡക്ട് ചെയ്യുന്ന പ്രീവിയസ് ഇയറിൽ അല്ലെങ്കിൽ ഏത് പ്രീവിയസ് ഇയറിലാണോ ഡിഡക്ട് ചെയ്തത് ആ പ്രീവിയസ് ഇയറിൽ നമുക്ക് എന്തായിട്ട് കിട്ടും? അലൗഡ് ആസ് ഡിഡക്ഷൻ. ക്ലിയർ ആണോ? സോ ഇവിടെ നമ്മുടെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 22-23 ഡിഡക്ട് ചെയ്തിട്ടുണ്ടോ? ഹാസ് ഡിഡക്റ്റഡ് റെമ്യൂണറേഷൻ ഓൺ ഏപ്രിൽ 2023. സോ ഡിഡക്ട് ചെയ്ത് വെച്ച് നമുക്ക് എന്താണ് അസസ്മെന്റ് ഇയർ 23-24 നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഈ പറയുന്നതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുമോ? നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഒരു ഡിഫറൻസും ഉണ്ടാകില്ല. ഈ 8400 എന്ന് കിട്ടും. തൊട്ടടുത്ത നെക്സ്റ്റ് പ്രീവിയസ് ഇയർ ആയ 23-24 അല്ലെങ്കിൽ അസസ്മെന്റ് ഇയർ 24-25 എന്ത് കിട്ടും? അലൗഡ് ആസ് ഡിഡക്ഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ അഞ്ജലി? പറഞ്ഞത് സോ ചേഞ്ച് ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. ചേഞ്ച് ഉണ്ടാകില്ല, ബിക്കോസ് ഡിഡക്ട് ചെയ്യുന്നത് സോ എന്താണ് 30 മാർച്ചിൽ തന്നെ ഡിഡക്ട് ചെയ്തിട്ട് പേ ചെയ്യുന്ന 31st ജൂലൈക്കുള്ളിലായിരുന്നെങ്കിൽ നമുക്ക് എന്താണ് ചേഞ്ച് വന്നേനെ. പക്ഷെ ഇവിടെ ഡിഡക്ട് ചെയ്യുന്ന എന്താണ്? നമ്മുടെ പ്രീവിയസ് ഇയറിലല്ല. ഡിഡക്ട് എന്തായാലും നമ്മുടെ പ്രീവിയസ് ഇയറിൽ തന്നെ ചെയ്തിരിക്കണം. അത് ഡിഡക്ട് ചെയ്തിട്ട് പേ ചെയ്യുന്ന ടൈമാണ് എന്ന് വരെ കൊടുത്തിരിക്കുന്നത് 139 സബ്സെക്ഷൻ 1 പ്രകാരം അപ് ടു ദ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? കേട്ടോ, വളരെ ചെറിയൊരു ഇതാണുള്ളത് അതിനകത്ത്. അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സോ നോർമൽ സ്റ്റുഡൻസ് എല്ലാം ഉണ്ടോ ഈ ഏപ്രിൽ? സോ 139 സബ്സെക്ഷൻ 1 ഇവിടെ പഠിച്ചിരുമ്പോൾ ജൂലൈയിൽ തന്നെ ഉണ്ടല്ലോ. സോ പേ ചെയ്തല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് പ്രീവിയസ് ഇയറിൽ തന്നെ അലൗഡ് ആസ് ഡിഡക്ഷൻ എന്ന് തോന്നും. കേട്ടോ, അത് വളരെ ചെറിയൊരു വളരെ കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. ഡിഡക്ട് ചെയ്യുന്ന എന്നാവണം? പ്രീവിയസ് ഇയർ കഴിഞ്ഞിട്ടാണോ? ഏത് പ്രീവിയസ് ഇയറാണ് ഡിഡക്ട് ചെയ്യുന്ന ആ പ്രീവിയസ് ഇയർ കിട്ടും. പ്രീവിയസ് ഇയർ തന്നെ ഡിഡക്ട് ചെയ്തിട്ട് പേ ചെയ്യാൻ നമുക്ക് എന്താണ്? റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ളിൽ പേ ചെയ്താൽ മതി. ബട്ട് ഇവിടെ എന്താണ്? റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ളിൽ പേ ചെയ്തു, പക്ഷെ ഡിഡക്ട് ചെയ്ത് എന്നാണ്? പ്രീവിയസ് ഇയർ കഴിഞ്ഞിട്ടാണ്. സോ ഏത് പ്രീവിയസ് ഇയറിലാണോ ഡിഡക്ട്? അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ 22-23 കിട്ടൂല. അത് ഡിസലവൻസ് തന്നെയാണ്. സോ 8400 എന്ന് കിട്ടും വെച്ചിട്ട് 8400 വിൽ ബി ഈ പറഞ്ഞ പോയിന്റ്സ് വെച്ചിട്ട് 8400 വിൽ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ ഇൻ ദ അസസ്മെന്റ് ഇയർ 24-25. ക്ലിയർ ആണോ? പ്രീവിയസ് ഇയർ 23-24 അല്ലെങ്കിൽ അസസ്മെന്റ് ഇയർ 24-25. ക്ലിയർ അല്ലേ? സോ 11th ക്വസ്റ്റ്യൻ നോക്കുക. ആക്ച്വലി TDS അറിഞ്ഞതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം ആ ഒരു ക്വസ്റ്റ്യൻ. 40A റിമൈനിങ് സെക്ഷൻസ് ആണ്. 40A 40A2 40A clause 2. So 40A, any sum paid on account of income tax. So നമ്മള് ഇത് കണ്ടുപിടിക്കുന്ന PGBP ഇൻകം കണ്ടുപിടിക്കുന്ന തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതെല്ലാം 5 ഹെഡ് വെച്ച് കണ്ടുപിടിച്ചിട്ട് ഇൻകം ടാക്സ് കണ്ടുപിടിക്കാനാണ്. സോ എന്തെങ്കിലും ഇൻകം ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുമോ? സോ സം പെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻകം ടാക്സ്. സോ ഇൻകം ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. ക്ലിയർ ആണോ? Then 40A 2B clause 2B. If any royalty, fee for technical charge, etc. is exclusively collected by state government from state government undertaking, then such expense is not allowed to such state government undertaking. Okay. So എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റ് undertaking? സ്റ്റേറ്റ് ഗവൺമെന്റ് undertaking എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ. സോ നമുക്ക് അത്ര വെയിറ്റേജ് ഇല്ല. Then 40A3. Salary payable outside India or to a non-resident
in India, and if TDS is not deducted or TDS deducted but not paid to government up to the date of TDS payment, then some shall not be allowed as deduction. Not if TDS is deposited late, even by 1 day, then salary shall not be allowed as deduction. So, India payment salary payable to outside India or to a non-resident. So, page TDS TDS deposit even by 1 day. So, what is the deduction kittilla. TDS deduction not paid to government up to the due date of TDS payment, due date of filing of return. This is 40A3. 40A clause 3. Clause A sub clause 3. 40 clause A sub clause 3. No. So, 40A. I am 40A. I am 40A sub clause 3. Sub clause 3 is another salary payable outside India to a non-resident in India if TDS not deducted or deducted but not paid to the government up to the date of TDS payment, then such sum shall not be allowed as deduction. If TDS deposit late even by 1 day, then salary shall not be allowed as deduction. So TDS page in the date time limit 139 subsection 1 TDS payment date in a permanently disallowance attract. The next one, 40A5. Employer offered some non-monetary perquisite to the employee. Some non-monetary perquisite to the employee. Then the tax on such non-monetary perquisite is that it is the responsibility of the employee. But instead of employee, if employer decide to pay tax on such non-monetary perquisite from his pocket, then tax is not allowed as deduction. Okay, so 10 subsection 10C prakaram idendana employee exempted aanu, അതുകൊണ്ട് തന്നെ എന്താണ് employer pay ചെയ്താൽ എന്ത് കിട്ടില്ല, deduction കിട്ടില്ല. Okay, so non monetary perquisite കൊടുക്കുന്നു, employee കൊടുക്കുന്നു, അതിന്റെ tax. So non monetary perquisite ആണെങ്കിൽ 17(2) പ്രകാരം 17 subsection 2 പ്രകാരം employee അത് perquisite ആണ്, employee tax അടയ്ക്കുന്നതാണ്. So employee എന്താണ് non monetary perquisite 10 subsection 10CC പ്രകാരം fully exempted ആണ്. Therefore അത് employer pay ചെയ്താൽ employer എന്താണ് ഗവൺമെന്റിന് ടാക്സ് കിട്ടുന്നില്ല, ബിക്കോസ് എംപ്ലോയിയുടെ കയ്യിൽ അത് എക്സംപ്റ്റഡ് ആണ്. സോ എംപ്ലോയറും കൂടെ അത് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഡബിൾ ബെനിഫിറ്റ് പോകും. ദാറ്റ് മീൻസ് റവന്യൂ ലീക്കേജ് വരും അതോറിറ്റിക്ക്. സോ അതുകൊണ്ട് എംപ്ലോയർക്ക് എന്ത് കൊടുക്കില്ല, സോ നോൺ മോണിറ്ററി പെർക്യൂസേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് ടാക്സ് പേ ചെയ്യില്ല. ഇൻസ്റ്റെഡ് ഓഫ് എംപ്ലോയി, ഇഫ് എംപ്ലോയർ ഡിസൈഡഡ് ടു പേ സച്ച് നോൺ മോണിറ്ററി പെർക്യൂസേറ്റ് ഫ്രം ഹിസ് ടാക്സ് ഓൺ സച്ച് നോൺ മോണിറ്ററി പെർക്യൂസേറ്റ്, then the tax is not allowed as deduction. So employee വേണ്ടി പേ ചെയ്ത ആ ടാക്സ് എന്തായിട്ട് കൊടുക്കില്ല, എംപ്ലോയർക്ക് ഡിഡക്ഷൻ ആയിട്ട്. അത് എംപ്ലോയി ചെയ്യേണ്ടായിരുന്നു, നിങ്ങൾ എന്തിനാ ചെയ്ത്, എന്നിട്ട് നിങ്ങൾ എനിക്ക് എക്സ്പെൻഡിച്ചർ ആയല്ലോ, തരില്ല. അതാണ് എന്ത് പറയുക, സെക്ഷൻ 40A clause 40 clause A sub clause 5. ക്ലിയർ ആണോ? Then next one, so very important section 40B. Section 40B. Section 40B. Section 40B. Then next one. So very important section 40 clause B. Salary, bonus, commission or remuneration by whatever name called, paid to any partner. Paid to any partner. Okay, so remuneration paid who is not a working partner, then payment of remuneration or interest to a working partner which is not authorized by partnership deed or in accordance with terms of partnership deed. Payment of remuneration or interest to a working partner authorized by and in accordance with the terms of partnership deed but relates to a period falling prior to the date of such partnership and is not authorized by earlier partnership deed. Then payment of interest to any partner authorized by in accordance with the terms of partnership deed and falling after the date of partnership deed to the extent of the excess amount calculated at 12% simple interest per annum.
Then payment of remuneration to a working partner which is authorized by and in accordance with the partnership deed to the extent aggregate of such payment to working partner exceeds the following limit. Okay. So ഇതിനകത്ത് 40B നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാം എന്താണ് ഡിസലവൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഇൻഡെപ്ത് ഒന്ന് ഡിസ്കസ് ചെയ്യാം. 40B. So 40B to the extent of following limit on first 3 lakh of book profit in case of 1,50,000 or 90% of book profit, whichever is more. On the balance book profit 40%. Okay. Then up to this point, so firm അല്ലെങ്കിൽ limited liability partnership നമ്മളിപ്പം ഡിസലവൻസ് ആണ് allowable deduction under section 40B. allowable deduction under section 40B. allowable deduction under section. സോ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. remuneration to partners. Then interest on capital. Okay. So എത്ര വരെയാണ് ഡിഡക്ഷൻ അലോ ചെയ്യുന്നത്, എത്രയാണ് ഡിസലോ ചെയ്യുന്നത്, നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ രണ്ട് കാര്യങ്ങളാണ് സെക്ഷൻ 40B നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷനും പാർട്ട്നേഴ്സ് സോ പാർട്ട്ണർഷിപ്പിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് അവരൊരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവരും. സോ അതിന്റെ പുറത്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓൺ ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. സോ ഈ രണ്ട് കാര്യങ്ങളാണ് 40B ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് കേസ് തന്നെ നോക്കാം. സാലറി, ബോണസ്, കമ്മീഷൻ ഓർ റെമ്യൂണറേഷൻ. സോ ഇത് എന്ത് നമ്മളിവിടെ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാലും സാലറി അല്ലെങ്കിൽ ബോണസ് അല്ലെങ്കിൽ കമ്മീഷൻ അല്ലെങ്കിൽ എനി റെമ്യൂണറേഷൻ ഫോർ വാട്ട് എവർ നെയിം കോൾ. സോ ഫേമിൽ നിന്ന് പാർട്ട്ണർക്ക് കിട്ടുന്ന ഒരു കാര്യം. സോ നമ്മൾ നോർമലി റെമ്യൂണറേഷൻ എന്ന് പറയും. സോ ബൈ വാട്ട് എവർ പെയ്ഡ് ടു എനി വർക്കിംഗ് പാർട്ട്ണർ. സോ പാർട്ട്ണർ ഹു ഈസ് നോട്ട് എ വർക്കിംഗ് പാർട്ട്ണർ. ദാറ്റ് മീൻസ് ഉണ്ടോ വർക്കിംഗ് പാർട്ട്ണർ അല്ല എങ്കിൽ ഡിഡക്ഷൻ കിട്ടില്ല. ദാറ്റ് മീൻസ് ആർക്ക് മാത്രമേ ഡിഡക്ഷൻ കിട്ടുള്ളൂ റെമ്യൂണറേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ. സോ ഏത് പാർട്ട്ണർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ മാത്രമേ ഡിഡക്ഷൻ കിട്ടത്തുള്ളൂ? വർക്കിംഗ് പാർട്ട്ണർ. സോ സൈലന്റ് പാർട്ട്ണർക്കല്ല. സോ വർക്കിംഗ് പാർട്ട്ണർക്ക് റെമ്യൂണറേഷൻ കൊടുത്താൽ മാത്രമേ ഈ പറയുന്ന ബിസിനസ്സിന് ഈ ഫേമിന് ഡിഡക്ഷൻ ആയിട്ട് പറ്റുള്ളൂ. സോ ഇനി നമുക്ക് ചോദ്യം ഇതാണ്, എത്ര വരെ ഡിഡക്ഷൻ ആയിട്ട് പറ്റും നോക്കാം. ഓതറൈസ്ഡ് ബൈ ഡീഡ് ആയിരിക്കണം. in accordance with deed ആയിരിക്കും. Then period falling on or after the date of deed. So deedല് സോ ഇതിനു മുമ്പ് മുൻകാല പ്രാബല്യത്തില് റെമ്യൂണറേഷൻ കൊടുക്കാൻ പറഞ്ഞ് കിട്ടില്ല. പീരീഡ് ഫോളിംഗ് ഓൺ ഓർ ആഫ്റ്റർ the date of deed. സോ ഡീഡിന്റെ അന്നോ അല്ലെങ്കിൽ അതിനുശേഷമോ ആയിരിക്കണം എന്ത് പാർട്ട്നേഴ്സിന് റെമ്യൂണറേഷൻ കിട്ടുന്നത്. സോ എന്താണ് ഉണ്ടോ റെമ്യൂണറേഷൻ അല്ലെങ്കിൽ എനി സം, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലാതെ വേറെ ഏത് സം. സോ ഡിഡക്ഷൻ ആയിട്ട് കൊടുക്കണമെങ്കിൽ എന്തായിരിക്കണം, അത് കൊടുത്തിരിക്കുന്നത് എന്തായിരിക്കണം, വർക്കിംഗ് പാർട്ട്ണർക്ക് ആയിരിക്കണം. വർക്കിംഗ് പാർട്ട്ണർക്ക് അല്ലെങ്കിൽ ഡിഡക്ഷൻ പറ്റില്ല. സോ ഡീഡിൽ ഓതറൈസ് ചെയ്തിരിക്കണം, ഇൻ അക്കോർഡൻസ് വിത്ത് ഡീഡ് ആയിരിക്കണം. ദെൻ എന്തായിരിക്കും ഡീഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ആ ഡേറ്റിന് അന്നോ അതിനുശേഷമോ ആയിരിക്കണം എന്ത് കൊടുത്തിരിക്കുന്നത്, റെമ്യൂണറേഷൻ കൊടുത്തിരിക്കുന്നത്. നേരെ മറിച്ച് നമുക്ക് ഇൻട്രസ്റ്റിലേക്ക് വരാം. ഇൻട്രസ്റ്റിലേക്ക് വരികയാണെങ്കിൽ അവിടെ എന്ത് പറഞ്ഞിട്ടില്ല, വർക്കിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് സോ ഞാൻ എന്താണ് ഒരു സൈലന്റ് പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പാർട്ട്ണർ അല്ല. സോ ഞാൻ എന്താണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. സോ അതിന് എനിക്ക് ഇൻട്രസ്റ്റ് അവർ തരുന്ന ഫേമിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ് അലൗഡ് ആസ് ഡിഡക്ഷൻ ആണ്. സോ എനി പാർട്ട്ണർ, സോ നോട്ട് നെസസറി ഹി ഷുഡ് ബി എ വർക്കിംഗ് പാർട്ട്ണർ ആയിരിക്കണം എന്ന് നിർബന്ധം പറയുന്നില്ല. ബാക്കി രണ്ട് പോയിന്റും അതേപോലെ ഓതറൈസ്ഡ് ബൈ ഡീഡ് ആൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഡീഡ് ആയിരിക്കണം.
That. So ഇത് ഇവിടെയും എന്താണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് പീരീഡ് ഫോളിങ്. സോ ഡീഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഡേറ്റ് മുമ്പ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന് പുറത്ത് ഇൻട്രസ്റ്റ് കൊടുക്കാൻ ഡീഡിൽ എഴുതിയിട്ട് ഒരു കാര്യമില്ല. പീരീഡ് ഫോളിങ് ഓൺ ഓർ ആഫ്റ്റർ the date of deed. The date of deed. Okay. So ഇത്രയാണ് ബേസിക് കണ്ടീഷൻ. സോ റെമ്യൂണറേഷൻ ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ ആർക്ക് കൊടുത്തിരിക്കണം? വർക്കിംഗ് പാർട്ട്ണർക്ക് ആയിരിക്കണം. ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണമെങ്കിൽ ആർക്ക് കൊടുക്കണമെന്നില്ല? എനി പാർട്ട്ണർക്കാകാം. സോ ബാക്കി രണ്ടും എന്താണ്? സെയിം ഡിറ്റോ സെയിം. എന്താണ്? ഓതറൈസ്ഡ് ബൈ ഡീഡ് ആയിരിക്കണം. പീരീഡ് ഫോളിങ് ഓൺ ഓർ ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ്. സോ ഡീഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനുശേഷമായിരിക്കണം റെമ്യൂണറേഷൻ കൊടുക്കുന്നതും എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നതും. ക്ലിയർ ആണോ? ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് എന്താണ് എമൗണ്ട് അറിയണം. സോ ഇപ്പൊ നമ്മൾ എന്താണ് ഡീഡിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു. ദെൻ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ അറിയണം. ദെൻ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ. എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ രണ്ട് കേസിലും എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ കേസ്. റെമ്യൂണറേഷന്റെ കേസിൽ പറയണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കേസിൽ പറയണം. ഓക്കെ. സോ ഇവിടെ നമ്മൾ ആദ്യം ഇവിടെ നോക്കാം ഡീഡിൽ പറഞ്ഞിരിക്കുന്ന റേറ്റ്. സോ ദാറ്റ് മീൻസ് നമുക്ക് പറയുന്നുണ്ട് മാക്സിമം 12% വരെ കൊടുക്കാവൂ സിമ്പിൾ ഇൻട്രസ്റ്റില്. സോ റേറ്റ് ആസ് പെർ ഡീഡ് ഓർ 12% പെർ ആനം സിമ്പിൾ ഇൻട്രസ്റ്റ്. സോ നമ്മുടെ പ്രൊവിഷനിൽ പറയുന്നത് എന്താണ്? മാക്സിമം എത്ര വരെ നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ ഡിഡക്ഷൻ എത്രേ കിട്ടുള്ളൂ? 12%. സോ ഞാൻ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ചെയ്ത് എന്റെ ഫോം എനിക്ക് 20% ഇൻട്രസ്റ്റ് വരുവാണ്. സോ തന്നു കഴിഞ്ഞാൽ എന്താണ് നോർമലി അങ്ങനെ എക്സ്പെൻഡിച്ചർ കൂട്ടി കാണിച്ച് ഫേമിന്റെ പ്രോഫിറ്റ് കൊടുക്കാം. സോ അപ്പൊ എന്താ പറയാൻ പറ്റില്ല. 40B പ്രകാരം എത്രയ്ക്ക് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്? 12%. ഇവിടെ ഇതില് ലീസ്റ്റ്. സോ ഡീഡിൽ പറയുന്നത് 6% ആണെങ്കിൽ എത്ര വരെ കിട്ടും? ഡീഡിൽ പറയുന്നത് 6% ആണെങ്കിൽ സോ 6 ആണോ 12 ആണോ ചെറുത്? ഡീഡിൽ പറഞ്ഞിരിക്കുന്നു പാർട്ട്നേഴ്സിന് 6% ഇൻട്രസ്റ്റ് കൊടുക്കണമെങ്കിൽ എത്ര കിട്ടും? 6 കിട്ടുമോ 12 കിട്ടുമോ? ഇവിടെ എത്ര കിട്ടുള്ളൂ? 6. ഡീഡിൽ പറയുന്നു 15%. സോ അത്ര ഇൻട്രസ്റ്റ് കൊടുക്കരുതെന്ന് എഴുതി വെക്കരുത്. സോ നമുക്ക് എന്താണ് അവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. പക്ഷേ ഡിഡക്ഷൻ നമ്മള് PGBP ഇൻകം കണ്ടുപിടിക്കുമ്പോൾ അവർക്ക് എത്ര ഡിഡക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഡീഡിൽ 15%. പക്ഷെ എനിക്ക് എത്ര വരെ 40Bയിലെ ഡിഡക്ഷൻ കിട്ടുള്ളൂ? 12%. ക്ലിയർ ആണോ? അങ്ങനെയാണോ അത് മനസ്സിലാക്കാൻ? ഡീഡിൽ പറഞ്ഞിരിക്കുന്ന റേറ്റ് അല്ലെങ്കിൽ 12%, അതിൽ ഏതാണോ ലീസ്റ്റ് അത്രയായിരിക്കും നമുക്ക് എന്തായിട്ട് കിട്ടുക? ഡിഡക്ഷൻ ആയിട്ട് കിട്ടുക. ഓക്കെ. Then amount of deduction in case of 40Bയിലെ റെമ്യൂണറേഷന്റെ കേസില് ഡിഡക്ഷൻ. റെമ്യൂണറേഷന്റെ കേസില് ഡിഡക്ഷൻ ശ്രദ്ധിക്കാം. റെമ്യൂണറേഷന്റെ കേസില് ഇവിടെ ഒരു വേർഡ് വരുന്നുണ്ട്. ഇഫ് ബുക്ക് പ്രോഫിറ്റ് up to book profit up to 3 lakhs $1,50,000 or 90% of book profit. So ഇതിലെ ഏതാണോ ഹയർ? സോ ദാറ്റ് മീൻസ് എത്രയാണ്? സോ നമുക്ക് 3 lakh ബുക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 3 lakhന് 90% എത്രയാണ്? 2,70,000 വരെ കൊടുക്കാം. സോ നേരെ മറിച്ച് എനിക്ക് പ്രത്യേകിച്ച് പ്രോഫിറ്റ് ഒന്നും ഇല്ല എങ്കിലും ലോസ് ആണെങ്കിലും പോലും എനിക്ക് എത്ര വരെ കൊടുക്കാം? 1,50,000 വരെ എന്ത് കൊടുക്കാം? പാർട്ട്നേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കാം. ക്ലിയർ ആണോ? Then remaining book profit. So മിച്ചമുള്ള ബുക്ക് പ്രോഫിറ്റ്, റിമൈനിങ് ബുക്ക് പ്രോഫിറ്റിന്റെ പുറത്ത് നമുക്ക് എത്രയാണ്? 60% ഇൻടു ബുക്ക് പ്രോഫിറ്റ്. സോ ഇത്രയാണ് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുന്നത്? പാർട്ട്നേഴ്സിന് കൊടുക്കാവുന്ന മാക്സിമം. സോ ഇൻ അക്കോർഡൻസ് വിത്ത് ഡീഡ് ആയിരിക്കണം. സോ ഡീഡിൽ ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണ്ടുപിടിക്കുന്ന എമൗണ്ട് എന്താണ്? അതിന്റെയും മുകളിലോട്ട് പോകാൻ പാടില്ല. സോ ഡീഡിൽ പറഞ്ഞിരിക്കണം വർഷം ഇത്രയാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഇത് കമ്പ്യൂട്ട് ചെയ്യും.
സോ ഇത് കമ്പ്യൂട്ട് ചെയ്ത് ഡീഡിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ആണ് കേട്ടോ, റേറ്റ് ആസ് പെർ ഡീഡ്. അതേപോലെ ഡീഡിൽ പറഞ്ഞിരിക്കുന്ന റെമ്യൂണറേഷൻ ആണ് കുറവെങ്കിൽ അത് കൊടുക്കും. ഡീഡിൽ കൂടുതലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് എത്ര വരെ കൊടുക്കാം? ഇതുവരെ കൊടുക്കുള്ളൂ. ക്ലിയർ ആണോ? ദെൻ ഇനിയാണ് ശ്രദ്ധിക്കണം, നമുക്കുണ്ട് ഇവിടെ ഒരു വേർഡ് യൂസ് ചെയ്തിരിക്കുന്നു, നെറ്റ് പ്രോഫിറ്റ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ബുക്ക് പ്രോഫിറ്റ്. എന്താണ് ഈ ബുക്ക് പ്രോഫിറ്റ്? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയാതെ ബുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ് ഈ ബുക്ക് പ്രോഫിറ്റ്? പറയാം. ബുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ വേർഡ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, ബുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്തിരിക്കുന്നു. നമുക്ക് ബുക്ക് പ്രോഫിറ്റ് ഒന്ന് കമ്പ്യൂട്ട് ചെയ്യാം. ബുക്ക് പ്രോഫിറ്റ്, സോ വെരി ഇമ്പോർട്ടന്റ്, ബുക്ക് പ്രോഫിറ്റ്. ബുക്ക് പ്രോഫിറ്റ്. സോ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് അല്ല വേണ്ടത്, ബുക്ക് പ്രോഫിറ്റ് 3 ലക്ഷം വരെ ആണെങ്കിൽ ഒന്നുകിൽ 1,50,000 അല്ലെങ്കിൽ ബുക്ക് പ്രോഫിറ്റ് 90% വിച്ച് എവർ ഈസ് ഹയർ. ദെൻ 3 ലക്ഷം കഴിഞ്ഞ് മുകളിലോട്ടുള്ള റിമൈനിങ് ബുക്ക് പ്രോഫിറ്റിന്റെ 60% നമുക്ക് എന്തായിട്ട് എടുക്കാം? റെമ്യൂണറേഷൻ കൊടുക്കുന്ന എമൗണ്ട് ആയിട്ട്, ഡിഡക്ഷൻ അലവബിൾ ആയിട്ടുള്ള എമൗണ്ട് ആയിട്ട് കണക്കാക്കാം. ദെൻ നോക്കാം, ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഇൻ റുപ്പീസ്. ശ്രദ്ധിക്കാം, നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് as per profit and loss account. Okay. So net profit as per profit and loss account. Then so നമ്മൾ ഈ ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? റെമ്യൂണറേഷൻ അലോവബിൾ ഡിഡക്ഷൻ 40B പ്രകാരം അലോവബിൾ ആയിട്ടുള്ള റെമ്യൂണറേഷൻ എത്രയാണോ ഡിഡക്ഷൻ എന്ന് കണ്ടുപിടിക്കാനാണ്. സോ ഓൾറെഡി നമ്മുടെ P&L, സോ ഫേമിന്റെ P&L റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. സോ ഈ നെറ്റ് പ്രോഫിറ്റ് അതിനുശേഷമല്ലേ കിട്ടുന്നത്. സോ നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻ 40B പ്രകാരം എത്ര കിട്ടും? സോ അങ്ങനെ നോക്കി ഞാൻ P&L എടുത്തപ്പോൾ എന്താണ്? P&L അവർ ഓൾറെഡി ഒരു ഡിഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, എന്ത്? റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. സോ അതെന്ത് ചെയ്യണം? ലെസ് അല്ല, ആഡ് ബാക്ക് ചെയ്യണം. സോ ഓൾറെഡി നെറ്റ് പ്രോഫിറ്റ് എന്താണ്? അത് കുറഞ്ഞു കിടക്കുകയാണ്. സോ ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ് എന്ത് ചെയ്യണം? സോ P&L ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ആഡ് റെമ്യൂണറേഷൻ, റെമ്യൂണറേഷൻ അല്ലെങ്കിൽ സാലറി ടു പാർട്ട്നേഴ്സ് ഇഫ് ഡെബിറ്റഡ് ഇൻ P. ദാറ്റ് മീൻസ് ഓൾറെഡി കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ദെൻ എന്താണ് ആഡ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, interest on capital debited in P&L. So 40B പ്രകാരം ഓൾറെഡി നമുക്ക് തന്നിരിക്കുന്ന ഈ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ച P&L ഇത് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഡെബിറ്റ് മീൻസ് കുറച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. സോ ഇത് കഴിയുമ്പോൾ നമുക്ക് എന്ത്? ഒരു എമൗണ്ട് ഉണ്ട്. സോ രണ്ടും ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ട്. ഇതിൽ നിന്ന് ശ്രദ്ധിക്കാൻ, നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് കമ്പ്യൂട്ടേഷൻ, നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് കമ്പ്യൂട്ടേഷൻ ഉള്ളത്? എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ, എന്തിന്റെ? റെമ്യൂണറേഷന്റെ ഡിഡക്ഷൻ കണ്ടുപിടിക്കാൻ. സോ നമ്മളിപ്പോ എന്താണ് കണ്ടോ? 40B പ്രകാരം രണ്ട് എമൗണ്ട് P&L ഓൾറെഡി ഡെബിറ്റ് ചെയ്യണം. രണ്ടും എന്താണ്? ബ്ലൈൻഡ് ആയിട്ട് ആഡ് ചെയ്തു. ഫസ്റ്റ് നമ്മൾ ഒരു ഫിഗർ അടിച്ചു, ദെൻ ലെസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആസ് പെർ സെക്ഷൻ 40B. സോ 40B എന്ന് പറയുന്നത് ഡീഡിൽ പറഞ്ഞിരിക്കുന്ന റേറ്റ് അല്ലെങ്കിൽ 12% അതിലേതാണോ കുറവ്. സോ ഇവിടെ നമ്മൾ എന്താണ്? P&L ഡെബിറ്റ് ചെയ്യുന്ന എമൗണ്ട് ജസ്റ്റ് ആഡ് ചെയ്തു. ദെൻ അതിനുശേഷം എന്താണ്? ആക്ട് പ്രകാരം അല്ലെങ്കിൽ പ്രൊവിഷൻ പ്രകാരം എനിക്ക് എലിജിബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? കുറച്ചു. ഇത് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ബുക്ക് പ്രോഫിറ്റ്. ബുക്ക് പ്രോഫിറ്റ്. ക്ലിയർ ആണോ? സോ ഇത്രയാണ് ഫസ്റ്റ് ഏരിയ, 40Bയുടെ ഫസ്റ്റ് ഏരിയ. സോ രണ്ട് കാര്യങ്ങളാണുള്ളത്, റെമ്യൂണറേഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. റെമ്യൂണറേഷൻ ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. റെമ്യൂണറേഷൻ ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സോ റെമ്യൂണറേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താണ്? ആർക്ക് കൊടുത്താലാണ്? വർക്കിംഗ് പാർട്ട്ണർക്ക് ഡീഡിൽ പറഞ്ഞിരിക്കണം, ഇൻ അക്കോർഡൻസ് വിത്ത് ഡീഡ് ആയിരിക്കണം, ഡീഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഡേറ്റിന് ശേഷമായിരിക്കും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താണ്? എനി പാർട്ട്ണർ ഓതറൈസ്ഡ് ബൈ ഡീഡ് ആയിരിക്കണം. ദെൻ പീരീഡ് ഫോളോയിങ് ഓൺ ഓർ ആഫ്റ്റർ ഡീഡ് ആയിരിക്കണം. ദെൻ നമ്മൾ എന്താണ്? റെമ്യൂണറേഷനെ ഡിഡക്റ്റബിൾ എമൗണ്ട് എടുക്കാൻ ബുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. സോ ബുക്ക് പ്രോഫിറ്റ് അപ് ടു 3 lakh ആണെങ്കിൽ 1,50,000 അല്ലെങ്കിൽ 90% ബുക്ക് പ്രോഫിറ്റ് വിച്ച് എവർ ഈസ് ഹയർ. റിമൈനിങ് ബുക്ക് പ്രോഫിറ്റിന്റെ 60%. ബുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് P&L നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ
ഓൾറെഡി ഈ പറയുന്ന 40B പ്രകാരം നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ ഡെബിറ്റ് ചെയ്യണമെങ്കിൽ അത് ആദ്യം ആഡ് ചെയ്യുക. ദെൻ എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 40B പ്രകാരം ആക്ച്വലി അലോവബിൾ ആയിട്ട്, ദാറ്റ് മീൻസ് റേറ്റ് ആസ് പെർ ഡീഡ് ഓർ 12% വിച്ച് എവർ ഈസ് ലെസ്. അത് എന്താണ് എമൗണ്ടുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ബുക്ക് പ്രോഫിറ്റ്. ക്ലിയർ ആണോ? നോക്കാം. A firm has paid 7,50,000 as remuneration to its partner for the previous year 22-23. So previous year, നമ്മുടെ previous year 7,50,000 has paid 7,50,000 as remuneration to its partners in accordance with its partnership deed, and it has a book profit of 10 lakh. What is the remuneration allowable as deduction? What is the remuneration allowable as deduction? So no theory question ആണ്. രണ്ട് ഫിഗർ വന്നിട്ടുള്ളൂ. 40B എക്സാക്ട് 40B അറിയാമെങ്കിൽ മാത്രം എന്താണ് ബുക്ക് പ്രോഫിറ്റ് എന്ന് അറിഞ്ഞിരിക്കണം. സോ ഇവിടെ നമുക്ക് സേഫ് ആണ്, ബുക്ക് പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത്. സോ ബുക്ക് പ്രോഫിറ്റ് ദെൻ ബുക്ക് പ്രോഫിറ്റ് എത്രയാണ്? 10 ലക്ഷം, 3 ലക്ഷം വരെ എത്രയാണ്? 1,50,000 അല്ലെങ്കിൽ 90% of book profit, whichever is higher. Then remaining book profit എന്താണ്? 60%. അങ്ങനെയാണെങ്കിൽ അലോവബിൾ ഡിഡക്ഷൻ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന് കണ്ടുപിടിച്ച് പറയാവോ? സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. 6,90,000 ആൻസർ കറക്റ്റ് ആണ്. നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. സംടൈംസ് നമുക്ക് അങ്ങനെ കയറി വരാം. ഈ ഫേം ഹാസ് പെയ്ഡ്. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് allowable remuneration under section 40B. Okay, so particulars amount in rupees. So നമ്മൾ ഫസ്റ്റ് എന്ത് നോക്കണം? firm has paid. firm actually pay ചെയ്തിരിക്കുന്ന എത്രയാണ്? firm actually paid amount paid as remuneration. So amount pay ചെയ്തിരിക്കുന്ന എത്രയാണ്? remuneration pay ചെയ്തിരിക്കുന്ന എത്രയാണ്? 7,50,000. Okay, then allowable deduction under section 40B. So ഇവിടെ നമുക്ക് ബുക്ക് പ്രോഫിറ്റ് തന്നെയാണ് തന്നിരിക്കുന്നത്. ബുക്ക് പ്രോഫിറ്റ് എത്രയുണ്ട്? 10 ലക്ഷം ഉണ്ട്. സോ ബുക്ക് പ്രോഫിറ്റ് അപ് ടു 3 lakh നമുക്ക് എത്രയാണ്? ഒന്നുകിൽ 1,50,000 അല്ലെങ്കിൽ 3 lakhന്റെ 90%. ഇതില് ഹയർ എത്ര വരും? സോ 3 lakh 90% വരും. 2,70,000 വരും. സോ ഇതിൽ ഏതാണ് ഹയർ? 2,70,000 അല്ലെ? കറക്റ്റ് അല്ലേ? ദെൻ 3 lakh കഴിഞ്ഞാൽ പിന്നെ മിച്ചം എത്രയുണ്ട്? റിമൈനിങ് ബുക്ക് പ്രോഫിറ്റ് എത്രയുണ്ട്? റിമൈനിങ് ബുക്ക് പ്രോഫിറ്റ് എത്രയാണ്? 7 lakhs അല്ലെ? സോ ഇതിന് എത്ര പേഴ്സെന്റ് ആണ്? 60% ഓഫ് 7 lakhs. സോ എത്ര വരും? 4,20,000. സോ ദാറ്റ് മീൻസ് നമുക്ക് എത്ര കിട്ടി? 6,90,000 ആണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ആക്ച്വലി പെയ്ഡ് എത്രയാണ്? 7,00,000. അത്ര ഉണ്ടോ? നമുക്ക് എത്ര അലോവബിൾ ആയിട്ടുള്ളൂ? 6,90,000 വരെ ഉള്ളൂ. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് വരും? 40B പ്രകാരം എത്ര ഡിസലവ് ചെയ്യും? 750 അവർ കൊടുത്തു കഴിഞ്ഞു. ഓൾറെഡി 750 കൊടുത്തു കഴിഞ്ഞു. സോ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്തായിരിക്കും ഈ പറയുന്ന കമ്പ്യൂട്ടേഷൻ വെച്ച് നോക്കുന്നത്. സോ നമുക്ക് എത്ര വരെ കിട്ടുള്ളൂ? 750 കിട്ടുമോ അല്ലെങ്കിൽ 690 കിട്ടുള്ളോ? സോ റെമ്യൂണറേഷൻ ഉണ്ടോ? ഡീഡ് പ്രകാരം അല്ലെങ്കിൽ അത് പ്രകാരം റെമ്യൂണറേഷൻ എത്രയാണ്? ആക്ച്വൽ റെമ്യൂണറേഷൻ എത്രയാണ്? 7,50,000. ഇത് എത്രയാണ്? 690. എത്ര വരെ ഡിഡക്ഷൻ കിട്ടും? 750 കിട്ടുമോ അല്ലെങ്കിൽ 690 കിട്ടുള്ളോ? സോ ഇതില് ഉണ്ടോ? ഇതില് ലീസ്റ്റ്. സോ ദാറ്റ് മീൻസ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എത്ര വരും? എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 40B എത്ര വരും? 6,90,000. So that means disallowance എത്രയാണ് ഡിസലവ് ചെയ്യുന്നത്?
സോ 750 അവർ കൊടുത്തിരുന്നത്, അത്രയും കിട്ടുമോ? സോ 690 വരെ തരാം. സോ ദാറ്റ് മീൻസ് ഡിസലവൻസ് എത്ര വരും? 7,50,000 മൈനസ് 6,90,000 കിട്ടും 60,000. ക്ലിയർ ആണോ? സോ നേരെ മറിച്ച് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ പ്രൊവിഷനൊക്കെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോഴും ആക്ച്വൽ, സോ ഇവിടെ 6,40,000 ആക്ച്വൽ ഉള്ളായിരുന്നുവെങ്കിൽ നമുക്ക് എത്ര ഡിഡക്ഷൻ കിട്ടും? 640 ഉള്ളിടത്ത് 690 ഡിഡക്ഷൻ കിട്ടുമോ? ആകെ എത്രയെ പേ ചെയ്തിട്ടുള്ളൂ? 640 പേ ചെയ്തിട്ടുള്ളൂ എങ്കിൽ എമൗണ്ട് ആക്ച്വൽ റെമ്യൂണറേഷൻ പെയ്ഡ് 640 ഉള്ളെങ്കിൽ എത്ര കിട്ടും? പ്രൊവിഷനിൽ നമുക്ക് പറയാത്തൊരു കാര്യമാണ്. ഇറ്റ് ഷുഡ് ബി ആസ് പെർ ഡീഡ് ആൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഡീഡ്. സോ ഡീഡ് പ്രകാരം, ആസ് പെർ ഡീഡ് പ്രകാരം നമുക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതാണ് ഇത്. സോ ഇൻ അക്കോർഡൻസ് വിത്ത് ഡീഡ്. സോ ആക്ച്വലി റെമ്യൂണറേഷൻ പേ ചെയ്തിരിക്കുന്നതിനെക്കാട്ടിലും ഒരു കാരണവശാലും ഡിഡക്ഷൻ കൂടുതൽ വരുമോ? സോ 640 ആക്ച്വലി പേ ചെയ്തിട്ടുള്ളൂ എങ്കിൽ എത്ര വരെ ഡിഡക്ഷൻ കിട്ടുള്ളൂ? 690 വരെ കിട്ടുമോ? ഇല്ല. സോ ക്ലിയർ ആണല്ലോ അല്ലെ? 640 വരെ കിട്ടുള്ളൂ. ആക്ച്വലി പേ ചെയ്തതിനേക്കാൾ കൂടുതൽ ഡിഡക്ഷൻ കിട്ടുന്നതിന് വെറുതെ ആവശ്യമില്ലാത്ത എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുന്നത്. അങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടുമോ ഇൻകം ടാക്സിന്റെ? ഇല്ല. സോ അതാണ് നമ്മൾ ഒന്നും മനസ്സിലാക്കേണ്ടത്. സോ 640 ആക്ച്വലി റെമ്യൂണറേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളൂ എങ്കിൽ നമുക്ക് എത്ര വരെ കിട്ടുള്ളൂ? 640 വരെ കിട്ടുള്ളൂ. ഈ കണ്ടുപിടിച്ചത് വരെ കിട്ടില്ല. സോ ഇവിടെ 750 നമുക്ക് എന്താണ്, നമ്മള് 750 കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ പ്രോഫിറ്റ്സ് കണ്ടുപിടിക്കുമ്പോൾ, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് അത് കണ്ടുപിടിക്കുമ്പോൾ 40B പ്രകാരം ഡിഡക്ഷൻ എത്രയേ കിട്ടുള്ളൂ? 690 വരെ കിട്ടുള്ളൂ. 6,90,000 കിട്ടുള്ളൂ. ഈ 60,000 എന്ത് വരും? ഡിസലവൻസ് ആണ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ. സോ ഇതിനകത്ത് ഇനി 2 പോയിന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. എക്സ്പ്ലനേഷൻ ആണ് ശ്രദ്ധിക്കേണ്ടത്. സോ ഇവിടെ നോക്കാം. If any individual is a partner in a firm on individual capacity and receiving interest on representative's capacity, then section 40B not applicable on such interest. So therefore, if any individual is partner in a firm on representative capacity and interest received on individual capacity, then section 40 no. So രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കണം. എക്സ്പ്ലനേഷനിലാണ് പറയുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുകയാണ്, മിസ്റ്റർ എക്സ് ഒരു ഫേം ഉണ്ട്. മിസ്റ്റർ എക്സിന്റെ എന്ന് പറയുന്ന ഫേമിലെ പാർട്ട്ണറാണ്. മിസ്റ്റർ എക്സ് ഇതിലെ പാർട്ട്ണറാണ്. പാർട്ട്ണർ ഇൻ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി. സോ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ പാർട്ട്ണറാണ്. ദെൻ ഫേം ഇയാൾക്ക് എന്ത് കൊടുക്കാണ്? ഇൻട്രസ്റ്റ് കൊടുക്കാണ്. സോ ഫേം ഇയാള് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ തന്നെയാണെങ്കിൽ എന്താണ്? 40B അട്രാക്റ്റീവ്. പക്ഷെ ഇയാൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ റെപ്രസെന്റേറ്റീവ്. സോ വേറൊരാളുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് കപ്പാസിറ്റിയിലാണ് ഇയാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? അവിടെ റെമ്യൂണറേഷനെ കുറിച്ച് പറയുന്നില്ല. ഇൻട്രസ്റ്റ് കിട്ടുന്നതെങ്കിൽ എന്തുണ്ടോ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻ ശ്രദ്ധിക്കണം. സെക്ഷൻ 40B നോട്ട് ആപ്ലിക്കബിൾ ഓൺ സച്ച് ഇൻട്രസ്റ്റ്. സെക്ഷൻ 40B ആപ്ലിക്കബിൾ അല്ല എന്നോ? സെക്ഷൻ 40B ആപ്ലിക്കബിൾ. സെക്ഷൻ 40 എല്ലാം എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഡിസലവൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. സെക്ഷൻ 40B ആപ്ലിക്കബിൾ അല്ല മീൻസ് എന്താണ്? അങ്ങനെ ഉണ്ടോ? സോ ഞാനൊരു ഫേമില് എന്റെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ പാർട്ട്ണറാണ്. പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് വേറൊരാളുടെ റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റിയിലാണെങ്കിൽ എനിക്ക് എന്താണ്? 40B ആപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? എനിക്ക് ആ കിട്ടുന്ന ഇൻട്രസ്റ്റ്, സോ ഫേമിന് എന്താണ്? limit of section 40B not applicable. That is interest allowed even more than 12%. Okay, so that means 40B not applicable. So limit of 40B. Okay, no, so very important. No, ഞാൻ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ പാർട്ട്ണർ ആണ്. ബട്ട് എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്ന ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ തന്നെയാണെങ്കിൽ ഒബ്വിയസ്ലി 40B അപ്ലിക്കബിൾ ആവും. സോ ഞാൻ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലെ പാർട്ട്ണർഷിപ്പ് ഫേമില് പാർട്ട്ണറാണ്. ബട്ട് എനിക്ക് റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റിയിൽ എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടുവാണെങ്കിൽ സെക്ഷൻ 40B
not applicable. Not applicable. So that means interest allowed even more than 12%. Okay, no. So, but ഒരു reasonable limit keep ചെയ്യണം. ചുമ്മാ അങ്ങ് കയറി കൊടുക്കരുത്. To a reasonable extent. So, അല്ലാണ്ട് ഇത് ഉണ്ടോ ഇത് ഇങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞ് ഇഷ്ടമുള്ളത്ര ഇൻട്രസ്റ്റ് കൊടുക്കാം എന്നല്ല പറയുന്നത്. ബട്ട് ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നതെങ്കിൽ എന്താണ് സെക്ഷൻ 40B ആപ്ലിക്കബിൾ ആണ്. ദാറ്റ് മീൻസ് എന്താണ് ആ ലിമിറ്റേഷൻ ഒഴിവാക്കിയിരിക്കുന്നത് 12% അതിൽ കൂടുതലോ കൊടുക്കാം. ബട്ട് ഏതാണ് അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 100% ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒബ്വിയസ്ലി നടക്കില്ല. സോ ഒരു റീസണബിൾ 14% 15% അങ്ങനെ റീസണബിൾ റേറ്റ് കൊടുത്താൽ ഓക്കെ നമുക്ക് എന്താണ് ഡിസലവ് ചെയ്യൂല, അവർക്ക് എന്താണ് കൊടുക്കാം. അടുത്ത പോയിന്റ് പറഞ്ഞ നെക്സ്റ്റ് നേരെ തിരിച്ചു പറയുന്നു. ഇപ്പൊ നമ്മള് ഇവിടെ മിസ്റ്റർ എക്സ് ഈ ഫേമിന്റെ പാർട്ട്ണറാണ്. റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റിയിലാണ് എന്താണ് പാർട്ട്ണർ ആയിരിക്കുന്നത്. ബട്ട് ഫേം ഇയാൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലാണെങ്കിൽ ഇവിടെയും എന്താണ് സെക്ഷൻ 40B നോട്ട് ആപ്ലിക്കബിൾ. സെക്ഷൻ 40B ആപ്ലിക്കബിൾ അല്ല. സെക്ഷൻ 40s എല്ലാം പറയുന്നത് എന്താണ് ഡിസലവൻസ്. സെക്ഷൻ 40B നോട്ട് ആപ്ലിക്കബിൾ. സോ ദാറ്റ് മീൻസ് എന്താണ് ഇൻട്രസ്റ്റ് അലൗഡ് ഈവൻ more than 12%. ക്ലിയർ ആണോ? ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയില് പാർട്ട്ണർ ആണ്. ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ തന്നെ ഇൻട്രസ്റ്റ് കിട്ടിയാൽ 40B അട്രാക്റ്റീവ്. റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റിയിലെ പാർട്ട്ണർ ആണ്. റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റിയിൽ തന്നെ ഇൻട്രസ്റ്റ് കിട്ടിയാൽ എന്താണ് അവിടെയും 40B അപ്ലിക്കബിൾ ആണ്. സോ തിരിച്ചു വന്നാൽ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി ആയിട്ട് റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റിയിൽ കിട്ടുക, അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റിയിലെ പാർട്ട്ണർ ആയിട്ട് ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ ഇൻട്രസ്റ്റ് കിട്ടുക. ഈ രണ്ട് കേസിലും എന്താണ് 40B നോട്ട് ആപ്ലിക്കബിൾ ആൻഡ് എന്താണ് therefore ലിമിറ്റ് അപ്ലൈ ചെയ്യൂല. ഓക്കെ, ഒരെണ്ണം കൂടാണ് ഉള്ളത്. സെക്ഷൻ 40B interest, salary, bonus, commission paid by AOP or BOI while computing income under PGP shall be disallowed. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? interest, salary, bonus, commission paid by AOP or BOI while computing income under PGP shall be disallowed. So ഉണ്ടോ AOP o BOI o മെമ്പേഴ്സിനെ ഇൻട്രസ്റ്റോ സാലറിയോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഫുള്ളി ഡിസലൗഡ് ആണ്. സോ എന്താണ് അലൗഡ് എന്ത് കിട്ടില്ല 40B പ്രകാരം അത് എന്താണ് 40BA പ്രകാരം ഡിസലൗഡ് ആണ്. സോ ഇവിടെയും ശ്രദ്ധിക്കണം, ഇവിടെയും ഒരു പോയിന്റ് ഉണ്ട്. ഇൻഡിവിജ്വൽ മിസ്റ്റർ എക്സ് ഇവിടെ ഫേമിന് പറയുന്നതാണ് AOP അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആണ്. സോ ഇവിടുത്തെ മെമ്പർ ആണ്, പാർട്ട്ണർ എന്നല്ല പറയുന്നത്, മെമ്പർ. ഇൻഡിവിജ്വൽ കപ്പാസിറ്റി then AOP അല്ലെങ്കിൽ BOI ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ് എന്ത് റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റിയിലാണെങ്കിൽ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്ത് പറയും? സെക്ഷൻ 40BA നോട്ട് ആപ്ലിക്കബിൾ. സെക്ഷൻ 40BA നോട്ട് ആപ്ലിക്കബിൾ. ദാറ്റ് മീൻസ് എന്താണ് ഇൻട്രസ്റ്റ് allowable as deduction. So interest എന്താണ് ഡിഡക്ഷൻ ആയിട്ട് allowable ആണ്. സോ നേരെ മറിച്ച് ഇത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കേസിന് എടുക്കുക. മിസ്റ്റർ എക്സ് എന്താണ് AOPയുടെയോ
BOI-യുടെയോ മെമ്പറാണ്. മെമ്പർ എന്ത് റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റിയില് സോ AOP-യിൽ നിന്നോ BOI-യിൽ നിന്നൊക്കെ എന്ത് കിട്ടുകയാണ്? ഇൻട്രസ്റ്റ് കിട്ടുകയാണ്. ഇൻട്രസ്റ്റ് കിട്ടുകയാണ് എന്ത്? ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ കിട്ടിയാൽ then എന്താ പറയാ, നമുക്ക് സെക്ഷൻ 40BA not applicable. So that means എന്താണ്? interest allowed as deduction. Okay. നമ്മളെ ഫസ്റ്റ് സെഷൻ നമുക്ക് പ്രോബ്ലം ആയിട്ട് ഫിഗർ എന്ന് ചോദിക്കാം. സെക്കൻഡ് സെഷൻ നമുക്ക് പക്ക തിയറി ആയിട്ട് ചോദിക്കാം. സോ ഒരു ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലാണെന്ന് പറയും. അതിനുശേഷം ഈ പറയുന്ന സെക്ഷൻ, അതായത് നമ്മൾ അതെല്ലാം കണ്ടുപിടിച്ച് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ബട്ട് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആസ് റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റി എന്ന് പറയാം. സോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? 40B ആപ്ലിക്കബിളേ അല്ല. ഓക്കെ, സോ ക്ലിയർ അല്ലേ ആ പോയിന്റ്? ഇത്രയാണ് സെക്ഷൻ 40B-യിൽ ഇൻ ഡെപ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ ഈ തിയറി അറിഞ്ഞെങ്കിൽ മാത്രം, ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്തിലോട്ട് വരാൻ പറ്റുള്ളൂ? ആൻസറിലേക്ക് വരാൻ പറ്റുള്ളൂ. Then ഒരു ക്വസ്റ്റ്യൻ. R&J, a partnership firm consisting of two partners, reported net profit of rupees 7 lakh before deduction of the following items. No, net profit എന്നാ പറഞ്ഞിരിക്കുന്നത്, ബുക്ക് പ്രോഫിറ്റ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. net profit of 7 lakh. Salary of 20,000 each per month payable to two working partners of the firm authorized by deed of partnership. Depreciation on plant and machinery under section 32 computed 1,50,000. Interest on capital at 15% per annum as per deed of partnership. The amount of capital eligible for interest is 5 lakh. Compute book profit from the firm under section 40B of the Income Tax Act 1961. Second one, allowable working partner salary for the assessment year 23-24 as per section 40B. So പക്ക ഒരു തിയറി അറിയാമെങ്കിൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു കാര്യം ഒരു കൂടുതലായിട്ട് നമുക്ക് എക്സാം ടെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ബുക്ക് പ്രോഫിറ്റ്. ഫസ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് ബുക്ക് പ്രോഫിറ്റ്. Computation of book profit. Computation of book profit. So book profit കണ്ടുപിടിക്കാൻ നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? നമ്മുടെ അണ്ടർ സെക്ഷൻ 40B പ്രകാരം എന്തൊക്കെയായിരുന്നു നമ്മൾ ചെയ്യേണ്ടത്? ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്തൊക്കെയായിരുന്നു ചെയ്തത്? നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്യും? പാർട്ട്നേഴ്സിന്റെ സാലറിയും പിന്നെ എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇഫ് ഡെബിറ്റഡ് ടു P&L. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? R&J firm has a net profit of rupees 7 lakh before deduction of the following items. Before deduction of the following items. So that means എന്താണ്? സാലറി ഡെബിറ്റ് ചെയ്തിട്ടില്ല, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഡെബിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് ആഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? ബുക്ക് പ്രോഫിറ്റ്. പർപ്പസ്ഫുള്ളി ഒരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ ഇട്ടിട്ടുണ്ട്. എന്താണ്? ഡിപ്രീസിയേഷൻ ഇട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? ബുക്ക് പ്രോഫിറ്റ്. സോ നിങ്ങൾ തന്നെ പറയാം, നമ്മൾ P&L നോർമൽ P&L നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ കഴിച്ചിട്ടുള്ളല്ലേ? സോ സെക്ഷൻ 32 പ്രകാരം മാൻഡേറ്ററി ആണ്, ഡിപ്രീസിയേഷൻ മാൻഡേറ്ററി ആണ്. സോ ഡിപ്രീസിയേഷൻ കുറച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ബിസിനസിന്റെ നെറ്റ് പ്രോഫിറ്റ് കിട്ടുള്ളൂ അല്ലേ? സോ ഈ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടോ, ഇത് രണ്ടുമാണ് ആഡ് ചെയ്യേണ്ടത്. ഇത് കുറച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ കുറച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഡിപ്രീസിയേഷൻ കുറച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നെറ്റ് പ്രോഫിറ്റ് കിട്ടുമല്ലോ. സോ ബിഫോർ ഡിഡക്ഷൻ, ദാറ്റ് മീൻസ് എന്താണ്? ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതിന് മുമ്പാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? നെറ്റ് പ്രോഫിറ്റ് 7 ലക്ഷം. സോ ആ നെറ്റ് പ്രോഫിറ്റ് ബുക്ക് പ്രോഫിറ്റ് ആകുമോ? സോ ഒബ്വിയസ്ലി സെക്ഷൻ 32 പ്രകാരം എന്താണ്? മാൻഡേറ്ററി ആണ്, ഡിപ്രീസിയേഷൻ കുറച്ചേ പറ്റുള്ളൂ. ഡിപ്രീസിയേഷൻ കുറച്ചാലാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്? ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L.
സോ ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതിന് മുമ്പ് റെമ്യൂണറേഷൻ കൊടുത്തത് കുറയ്ക്കുന്നതിന് മുമ്പ് ഇൻട്രസ്റ്റ് 15% അത് കുറയ്ക്കുന്നതിന് മുമ്പാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, ഈ 7 ലക്ഷം നെറ്റ് പ്രോഫിറ്റ്. സോ നമ്മൾ ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ എത്രയായിരുന്നു, 7 ലക്ഷം. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം, ലെസ് ഡിപ്രീസിയേഷൻ അണ്ടർ സെക്ഷൻ 32 കുറയ്ക്കണ്ടേ. ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മൾ സേഫ് ആണ്. 1,50,000 കുറച്ചാലല്ലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ റെമ്യൂണറേഷൻ ആൻഡ് ഇൻട്രസ്റ്റ്. ക്ലിയർ ആണോ? സോ സ്റ്റുഡൻസ് നോർമലി എന്താണ് ഈ പറയുന്ന സെക്കൻഡ് അതങ്ങ് വിട്ടുകളയും. അത് മാൻഡേറ്ററി ആണ്. സെക്ഷൻ 32 ഡിപ്രീസിയേഷൻ കുറച്ചേ പറ്റുള്ളൂ. സോ 7 ലക്ഷത്തിൽ നിന്ന് ആദ്യം നമ്മൾ എന്ത് ചെയ്തു, മാൻഡേറ്ററി അല്ല ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും, 7 ലക്ഷത്തിൽ നിന്ന് 1,50,000 കുറയ്ക്കുമ്പോഴത്തേക്കും 5,50,000. ഓക്കെ, ഇതിൽ നിന്ന് ഇനി എന്തെങ്കിലും കുറയ്ക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യണോ? സോ സാലറി ആഡ് ചെയ്യണോ, സാലറി ആഡ് ചെയ്യണോ, സാലറി ആഡ് ചെയ്യണോ? സാലറി എപ്പോഴാണ് ആഡ് ചെയ്യേണ്ടത്, ഇഫ് ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു P&L. ഇവിടെ ആക്ച്വലി ഡെബിറ്റ് ചെയ്തിട്ടുണ്ടോ, വേണ്ട. ഇൻട്രസ്റ്റ് ആഡ് ചെയ്യണോ, ഇൻട്രസ്റ്റ് ആഡ് ചെയ്യണോ, ഇൻട്രസ്റ്റ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടോ? സോ ബിഫോർ ഡിഡക്ടിങ് ഇൻട്രസ്റ്റും ഡെബിറ്റ് ചെയ്തില്ല. സോ ദാറ്റ് മീൻസ് എന്താണ്, ഒന്നും ആഡ് ചെയ്യാനില്ല, ബിക്കോസ് രണ്ടും ഡെബിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എന്താണ്ടോ നമ്മളത് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അതിൽ നിന്ന് എന്താണ് ഓൾറെഡി ഈ റെമ്യൂണറേഷനും ഇൻട്രസ്റ്റും ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ P&L ഡെബിറ്റ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക. ദെൻ ആക്ച്വലി എന്ത് കുറയ്ക്കണം, ലെസ് ഇൻട്രസ്റ്റ് ആസ് പെർ സെക്ഷൻ 40B. 40B പ്രകാരം അലോവബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കുറച്ചാലേ കിട്ടിയ ഈ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ആക്ച്വലി അലോവബിൾ 40B പ്രകാരം അലോവബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കുറച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ബുക്ക് പ്രോഫിറ്റ്. സോ ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് എന്തിനു വേണ്ടി മാത്രമാണ്, റെമ്യൂണറേഷൻ, ഡിഡക്റ്റബിൾ റെമ്യൂണറേഷൻ 40B പ്രകാരം ഫേമിന് പാർട്ട്നേഴ്സിന് കൊടുത്താൽ അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ ആക്ട് പ്രകാരം നമ്മുടെ എന്താണ് PGBP ഇൻകം കണ്ടുപിടിക്കുമ്പോൾ ഡെബിറ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്യാവുന്ന ഇൻട്രസ്റ്റ് റെമ്യൂണറേഷൻ കണ്ടുപിടിക്കാനായിട്ടാണ്. സോ അതിനകത്ത് വന്നിട്ടുണ്ട് എത്രയാണ്, 15% പറ്റുമോ? സോ നമുക്ക് ആക്ട് പ്രകാരം അല്ലെങ്കിൽ 40B പ്രകാരം എത്രയാണ്, ഡീഡിൽ പറഞ്ഞിരിക്കുന്ന റേറ്റ് അല്ലെങ്കിൽ 12% വിച്ച് എവർ ഈസ് ലെസ്. സോ 15% പറ്റുമോ, 12% പറ്റുള്ളൂ, 12 അല്ലെ. സോ എന്തിന്റെ പുറത്താണ് എമൗണ്ട് തന്നിട്ടുണ്ട്, 5 ലക്ഷത്തിന്റെ പുറത്ത് 12%. 5 lakhs into 12% എത്ര കിട്ടും, 60,000 അല്ലെ. സോ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബുക്ക് പ്രോഫിറ്റ് എത്ര കിട്ടി, ബുക്ക് പ്രോഫിറ്റ് 550 നിന്ന് 60 കുറച്ച് കഴിയുമ്പോൾ 490. ക്ലിയർ ആണോ? സോ നമ്മൾ ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചു. Then allowable working partner salary for the assessment year 22, 23, 24. Okay, so computation of allowable remuneration അല്ലെങ്കിൽ salary under section 40B. So 40B പ്രകാരം allowable ആയിട്ടുള്ള കണ്ടുപിടിക്കാൻ പോവാണ്. സോ അതിനുവേണ്ടി നമുക്ക് എന്താണ്, ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ, പർട്ടിക്കുലേഴ്സ് എമൗണ്ട് റുപ്പീസ്. സോ ബുക്ക് പ്രോഫിറ്റ് പ്രകാരം നമ്മൾ കണ്ടുപിടിച്ചാലും എന്ത് ചെയ്യണം, ആക്ച്വൽ എത്രയാണെന്ന് നോക്കിയിട്ട് വേണം ആൻസറിലേക്ക് വരാൻ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, എത്രയായിരുന്നു ബുക്ക് പ്രോഫിറ്റ് അപ് ടു 3 lakhs വരും. ഒന്നുകിൽ 1,50,000 അല്ലെങ്കിൽ ഇതിന്റെ 90% എത്ര വരും, 2,70,000. ഇതില് ഹയർ വരും 2,70,000. സോ ഇതിന്റെ കൂടെ മിച്ചം എത്ര ഉണ്ട്, 190 അല്ലെ. സോ 1,90,000. റിമൈനിങ് ബുക്ക് പ്രോഫിറ്റ് എത്രയാണ് ഇനി മിച്ചമുള്ളത്, 3 വരെ നമ്മൾ എടുത്തു, 490 മൊത്തം ഉള്ളത്. മിച്ചം റിമൈനിങ് 190 പുറത്ത് എന്ത് വരും,
1,90,000 into 60%. Right? 1,90,000 into 60%. 1,14,000. 1,90,000 into 60%. 1,14,000. So രണ്ടും add ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 2,70,000 plus 1,14,000. 3,84,000. 3,84,000. 3,84,000. So ഇവിടെ നോക്കണം, ആക്ച്വലി നമ്മൾ നോക്കിക്കണം. സാലറി ഓഫ് ₹20,000 each per month payable to 2 working partners. So actual എത്രയുണ്ട്? Actual എന്താണ്? 20,000 വെച്ചിട്ട് രണ്ടുപേർക്കും. സോ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്. 12 മാസം വരുമ്പോൾ വരും 40 into 12 4,80,000. എപ്പോഴും ശ്രദ്ധിക്കണം. നോർമലി സ്റ്റുഡൻസ് വരുന്ന ഇത് എഴുതി കണ്ടോ, ഇത് കണ്ടിരിക്കണം. ഇതിനെക്കാട്ടിലും കുറവാണെങ്കിൽ മാത്രമേ 40B പ്രകാരം നമ്മൾ കണ്ടുപിടിച്ച എമൗണ്ട് ഫുള്ള് കിട്ടുള്ളൂ. 4,80,000. സോ ഇതില് ലീസ്റ്റ് അല്ലെങ്കിൽ ലോവർ ഏതാണ്? 3,84,000 ആണ്. Therefore under section 40B നമുക്ക് കിട്ടുന്ന allowable deduction എത്രയാണ്? 3,84,000. 3,84,000. Okay. Next. So 40-ല് അടുത്ത വരികയാണ്. നെക്സ്റ്റ് വൺ വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഒട്ടുമിക്ക പ്രോബ്ലത്തിലും കയറി വരുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് 40A2. 40A capital A subsection 2. So very important section. Payment made to relative in excess of the requirement. Okay. So excess payment relatives ne കൊടുത്താൽ വരുന്ന സെക്ഷൻ ആണ് 40A2. 40 capital A subsection 2. 40 capital A subsection 2. So very important. Okay. ഒത്തിരി ക്വസ്റ്റ്യൻസിലും കയറി വരുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് 40A2. Any expenditure incurred in respect of which payment is made to a related person or entity to the extent it is excessive or unreasonable by assessing officer. No, so that means 40A2 പറയുന്നത് any expenditure incurred. Any expenditure incurred. So നമ്മൾ P&L അല്ലെങ്കിൽ so ഡെബിറ്റ് ചെയ്യുന്ന ഒരു എക്സ്പെൻസ്, P&L ഡെബിറ്റ് ചെയ്യുന്ന ഒരു എക്സ്പെൻസ്. ഓക്കെ. സോ നോർമലി എന്റെ ഒരു റിലേറ്റഡ് പേഴ്സൺ ആയതുകൊണ്ട് സോ നോർമലി റിലേറ്റഡ് പേഴ്സൺ ദാറ്റ് മീൻസ് എന്താണ്? എക്സ്പെൻഡിച്ചർ എന്നാൽ അയാൾക്ക് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നതാണ്. സോ എനിക്ക് റിലേറ്റഡ് അല്ലായിരുന്നുവെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ പറയാണ്, 50,000 ആണ് കൊടുക്കുന്നത്. സോ ഇയാൾ എന്റെ റിലേറ്റഡ് പേഴ്സൺ ആണ്. എന്താണ്? കൂടുതൽ കൊടുത്താൽ എന്റെ റിലേറ്റീവിന് അല്ലെങ്കിൽ എനിക്ക് റിലേഷൻ ഉള്ള ആൾക്ക് കൂടുതൽ എമൗണ്ട് കിട്ടുകയും ചെയ്യും. എനിക്ക് എന്താണ്? അത് P&L കൊണ്ട് ഡെബിറ്റ് ചെയ്ത് എന്റെ നെറ്റ് പ്രോഫിറ്റ് കുറയ്ക്കുകയും ചെയ്യാം. സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് പേയ്മെന്റ് ഈസ് മേഡ് ടു എ റിലേറ്റഡ് പേഴ്സൺ പേ ചെയ്ത എക്സ്പെൻഡിച്ചർ. സോ അൺറീസണബിൾ ഓർ ഇറ്റ് എക്സസീവ്. So to the extent it is excessive അല്ലെങ്കിൽ unreasonable. So ഇവിടെ റീസൺ ഇവിടെ ശരിക്കും ആക്ച്വലി ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടായി. എന്താണ്? ഒരു ഔട്ട്സൈഡ് പേഴ്സൺ 50,000 വരെ അത് റീസണബിൾ ആണ്. സോ ആക്ച്വലി അതിന്റെ എക്സ്പെൻഡിച്ചർ അസസിംഗ് ഓഫീസറുടെ നോട്ടത്തിൽ എന്താണ്? ഒരു റിലേറ്റഡ് പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന എക്സ്പെൻഡിച്ചർ എത്രയായിരുന്നു? 50,000 ആയിരുന്നു. റിലേറ്റഡ് പേഴ്സൺ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? സോ നിങ്ങൾക്ക് 60,000 കൊടുത്താൽ നിങ്ങളുടെ പ്രോഫിറ്റ് കുറയ്ക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരാൾക്ക് കൂടുതൽ പേയ്മെന്റ് കൊടുക്കുകയും ചെയ്യാം. സോ ഇവിടെ അൺറീസണബിൾ അല്ലെങ്കിൽ എക്സസീവ് എന്ന് പറയുന്നത് എത്രയാണ്? നോർമലി ഉണ്ടോ? ഇതുവരെ എന്താണ്? റീസണബിൾ ആണ്. ഒരു ഔട്ട്സൈഡ് പേഴ്സൺ ആണെങ്കിൽ അത്രയും എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. സോ റിലേറ്റഡ് പേഴ്സൺ ആയതുകൊണ്ട് എത്രയാണ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എന്റെ P&L ഡെബിറ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്? 60,000 ആണ്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ഡിസലവ് ചെയ്യുന്നത്? ഇവിടെ അൺറീസണബിൾ ആയിട്ട് വന്ന എമൗണ്ട് എത്രയാണ്?
10,000 അല്ലെ. സോ എക്സസീവ് അല്ലെങ്കിൽ അൺറീസണബിൾ ആയിട്ടുള്ള എമൗണ്ട് ഇവിടെ എത്രയാണ്? 10,000 ആണ്. ഇത് എന്ത് ചെയ്യും? ഡിസലൗ ചെയ്യും. സോ ദാറ്റ് മീൻസ് എന്താ? നമുക്ക് നോർമൽ കോമൺ ഇതായിട്ട് പറഞ്ഞ എന്താണ്? നോർമലി എനിക്ക് ഒരു റിലേറ്റഡ് പേഴ്സൺ അല്ലാത്ത ഒരാളുമായിട്ട് ചെലവാകുന്നതിനെക്കാട്ടിലും കൂടുതൽ റിലേഷണൽ പേഴ്സൺ, ആ കൂടുതൽ വരുന്നത് എന്താണ്? തരത്തില്ല. ഉണ്ടോ? ഈ 60,000 തരത്തില്ല എന്നല്ല പറയുന്നത്. എന്താണ്? അൺറീസണബിൾ അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള എമൗണ്ട് എന്താണ്? സോ ആക്ച്വലി ദർ ഈസ് എൻ എക്സ്പെൻഡിച്ചർ. സോ ഒരു ഔട്ട്സൈഡ് പേഴ്സൺ ആണെങ്കിൽ കിട്ടേണ്ടിയിരുന്ന അത്രയും വരെ തരാം. റിലേറ്റഡ് പേഴ്സൺ ആയിട്ട് നിങ്ങൾ കൂടുതലായിട്ട് എക്സസീവ് ആയിട്ട് കൊടുത്തത് തരൂല. അത് ഞാൻ എന്ത് ചെയ്യും? പിടിച്ച് ഡിസലൗ ചെയ്യും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് 40A2. ക്ലിയർ ആണോ? സോ ദാറ്റ് മീൻസ് റിലേറ്റീവ് ആണെന്ന് പറഞ്ഞ് എക്സ്പെൻഡിച്ചർ കൂട്ടി കാണിക്കാൻ വേണ്ടി കൂടുതലായിട്ട് കൊടുത്തത്, എക്സസീവ് ആയിട്ട് കൊടുത്തത് എന്ത് ചെയ്യും? തരൂല. ഔട്ട്സൈഡ് പേഴ്സൺ ആണെങ്കിൽ കൊടുക്കുന്ന അത്രയും വരെ എന്താണ്? തരാം. അത്രേ ഉള്ളൂ 40A2. ക്ലിയർ ആണോ? അല്ലെ? നമ്മള് എക്സാമിന് വരുമ്പോഴത്തേക്കും ഈ റിലേറ്റഡ് പേഴ്സൺ ഇൻഡിവിജ്വൽ ആണെങ്കിൽ any relative of the individual firm ആണെങ്കിൽ any partner of the firm or relative of such partners and members of the family or association. Then HUF or AOP ആണെങ്കിൽ any member of AOP or HUF or any relative of such member. Then company ആണെങ്കിൽ director of the company or any relative of director. ഇവരെല്ലാം സോ ഇൻഡിവിജ്വൽ ആണെങ്കിൽ റിലേറ്റീവ് വരും, ഫേം ആണെങ്കിൽ പാർട്ട്ണറുടെ റിലേറ്റീവ് എല്ലാം വരും. then അയാൾ അസോസിയേറ്റ് ചെയ്യുന്ന അസോസിയേഷൻ, മെമ്പർ ഓഫ് ഫാമിലി ഓർ അസോസിയേഷൻ. then HUF ആണെങ്കിൽ AOP ആണെങ്കിൽ മെമ്പർ ഓഫ് HUF വരും, അയാളുടെ റിലേറ്റീവ് വരും. then കമ്പനി ആണെങ്കിൽ ഡയറക്ടർ, കമ്പനി ഡയറക്ടർ വരും, അയാളുടെ റിലേറ്റീവ് എല്ലാം റിലേറ്റഡ് പാർട്ടി അല്ലെങ്കിൽ റിലേറ്റഡ് പേഴ്സൺ ആയിട്ട് വരും. then any അസസി എടുത്തു കഴിഞ്ഞാൽ any individual has substantial interest 20% or more voting power or beneficial entitlement to 20% of profit or more in the business or profession of assessee or a relative of such entity. So ഇതൊന്നും അല്ലാത്ത കേസ്, ഞാനൊരു എൻറ്റിറ്റിയുടെ, സോ ഡയറക്റ്റ് കമ്പനി ഒന്നും അല്ല, ഞാനൊരു ബിസിനസ് എൻറ്റിറ്റിയുടെ, അതിനകത്ത് എനിക്ക് ഒന്നുകിൽ 20% or more വോട്ടിംഗ് പവർ അല്ലെങ്കിൽ അതിന്റെ ബെനിഫിഷ്യൽ എൻറ്റൈറ്റിൽമെന്റ് ഓഫ്, സോ 20% or more പ്രോഫിറ്റ് എനിക്ക് കിട്ടുന്നതാണ്. സോ ദാറ്റ് മീൻസ് ഞാൻ എന്താവും? അതിനകത്ത് ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള പേഴ്സൺ ആവും. സബ്സ്റ്റാൻഷ്യൽ ഏതെങ്കിലും എൻറ്റിറ്റിയിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ആളെ എന്ത് പറയും? അയാളെ റിലേറ്റഡ് പേഴ്സണും അയാളുടെ റിലേറ്റീവിനെയും എന്ത് വിളിക്കാം? റിലേറ്റഡ് പേഴ്സൺ എന്ന് വിളിക്കാം. ഓക്കെ ആണോ? സോ ദാറ്റ് മീൻസ് റിലേറ്റഡ് പേഴ്സണ് എക്സ്പെൻഡിച്ചർ അൺറീസണബിൾ ആയിട്ട്, ദാറ്റ് മീൻസ് കൂടുതലായിട്ട് വരുന്നത് എന്താണ്? 40A2 പ്രകാരം എന്ത് ചെയ്യും? ഡിസ്അലൗ ചെയ്യും. ദാറ്റ് മീൻസ് ഡെബിറ്റ് ചെയ്യാൻ തരില്ല. ക്ലിയർ ആണോ? 40A2 അത്രേ ഉള്ളൂ. അൺറീസണബിൾ അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാവും എത്രയാണ് കൂടുതലായിട്ട് വരുന്നത്. ആ കൂടുതലായിട്ട് വരുന്ന എമൗണ്ട് എന്ത് ചെയ്യും? ഡിസ്അലൗ ചെയ്യും. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ വെരി ഇമ്പോർട്ടന്റ്, 40A3. നമ്മൾ ഓൾറെഡി ഫിക്സഡ് അസറ്റിന്റെ കേസ്, അതായത് ആക്ച്വൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടായിരുന്നു. ഒരു ക്യാപിറ്റൽ അസറ്റ്, സോ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ 10,000 മുകളിൽ ഒരു ദിവസം ഒരാൾക്ക് അക്കൗണ്ട് ബൈ ചെക്ക് അല്ലെങ്കിൽ അക്കൗണ്ട് ബൈ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ പേയ്മെന്റ് അല്ല, സോ ദാറ്റ് മീൻസ് ക്യാഷ് പേയ്മെന്റ് ആണെങ്കിൽ കൊടുക്കുന്നെങ്കിൽ എന്താണ്? അത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് കൂട്ടില്ല എന്നുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്? ഡിസലവൻസ്. സോ ഇവിടെ നമ്മൾ 40A3 എന്താണ്? അതിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ കാര്യമാണ് പറയുന്നത്. പേയ്മെന്റ് എക്സീഡിങ് ₹10,000 ഒരു ദിവസം ഒരാൾക്ക് കൊടുക്കുന്ന എമൗണ്ട് ക്യാഷ് പേയ്മെന്റ് 10,000 മുകളിലാണെങ്കിൽ 10,000 മുകളിലാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഒരു ദിവസം ഒരാൾക്ക് കൊടുക്കുന്ന എമൗണ്ട് 10,000 മുകളിലാണെങ്കിൽ എന്ത് ചെയ്യും എന്നാണ് പറയുന്നത് എന്നുള്ളതാണ് 40A3. സോ ഡിസലവൻസ് ആണ് പറയുന്നത്. 40 കംപ്ലീറ്റ്. If assessee makes a payment for any expenditure to any person otherwise than account by check or demand draft or use of electronic clearing system through a bank account or any other mode as may be prescribed is more than 10,000 in a single day, then such expenditure shall be disallowed. That means entire expenditure. ഒരു ദിവസം 10,000 രൂപയിൽ കൂടുതൽ ഒരാൾക്ക് P&L ഡെബിറ്റ് ചെയ്യുന്ന ഏത് എക്സ്പെൻഡിച്ചറും ആയിക്കോട്ടെ,
അത് ഒന്നുകിൽ അക്കൗണ്ട് പേ ചെക്ക് ആയിട്ട് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ അക്കൗണ്ട് പേ ഡ്രാഫ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നെഫ്റ്റ് ബാങ്ക് അക്കൗണ്ട്. സോ ആരുടെ ബാങ്ക് അക്കൗണ്ടിലാണ് അത് എഫക്ട് ചെയ്യുന്ന രീതിയിൽ നെഫ്റ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ. സോ അങ്ങനെ കറക്റ്റ് ആയിട്ട് ഓൺലൈൻ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ പേയ്മെന്റിലൂടെ അല്ലാതെ 10,000 രൂപയ്ക്ക് മുകളിൽ കൊടുത്താൽ എന്താണ് ഫുൾ എമൗണ്ട് എന്ത് ചെയ്യും? ഡിസലോ ചെയ്യും. ഫുൾ എമൗണ്ട് ഡിസലോ. ദാറ്റ് മീൻസ് 15,000 ക്യാഷ് ആയിട്ട് പേ ചെയ്തു എന്ന് കണ്ടാൽ എന്താണ്? ഫുള്ളി ഡിസലൗഡ് ആണ്. സോ പിന്നെ കിട്ടൂല അത്. ഫുള്ളി ഡിസലൗഡ്. ആലോചിച്ച് നോക്കണം, നമ്മൾ ഫേം ആണെങ്കിൽ 30% 15 ഡിസലോ ചെയ്യാൻ മീൻസ് 15,000 എന്ത് ചെയ്ത് എന്റെ പ്രോഫിറ്റിൽ കൂടി അതിന്റെ 30% ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടി വരും. ക്ലിയർ ആണോ? ഇമ്പാക്ട് കണ്ടോ? സോ ക്യാഷ് മീൻസ് എന്താണ്? ഇവേഷൻ ഓഫ് ടാക്സ്. സോ അതുകൊണ്ട് കിട്ടിയ ആളും കൊടുത്ത് വാങ്ങിച്ച ആളും ഒന്നും തന്നെ ക്യാഷ് കിട്ടിയാൽ അത് വരവില്ല. സോ അക്കൗണ്ട് പേ ചെക്ക് ആണ്. സോ ദാറ്റ് മീൻസ് എന്താണ്? ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്താണ്? ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് വരും, ഇയാൾക്ക് ഡെബിറ്റ് വരും. ഓൾറെഡി എന്തായി? അത് അക്കൗണ്ടഡ് ആയി. സോ അതിനുവേണ്ടിയാണ് പറയുന്നത് 10,000 രൂപയിൽ കൂടുതൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ഒരു ദിവസം ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അക്കൗണ്ട് പേ ചെക്ക് അല്ലെങ്കിൽ അക്കൗണ്ട് പേ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ത്രൂ ബാങ്ക് അക്കൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം അല്ലെങ്കിൽ അപ്രൂവ്ഡ് പ്രിസ്ക്രൈബ്ഡ് മെത്തേഡിലൂടെ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താണ്? ഫുള്ളി ഡിസലോ ചെയ്യും. സോ ഉണ്ടോ ഇവിടെ കൊണ്ട് സ്റ്റുഡൻസ് സെറ്റ് വരുത്താറുണ്ട്. 10,000 ആണെങ്കിൽ 10,000 കുറച്ച് 5,000 അല്ല. സോ 48 പോലെ അൺറീസണബിൾ എക്സസീവ് അല്ല. എൻറ്റയർ എമൗണ്ട് വിൽ ബി ഡിസലൗ. സോ എത്രയാണോ കൊടുക്കുന്നത് അത്രയും ഡിസലോ ചെയ്തിരിക്കും. നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കാം. ഇഫ് പേയ്മെന്റ് മെയ്ഡ് ടു എ ട്രാൻസ്പോർട്ടർ. സോ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ് ആണ് പേ ചെയ്യുന്നതെങ്കിൽ എത്രയാണ്? ഇൻസ്റ്റെഡ് ഓഫ് 10 lakh എത്ര വരും? സോറി 10,000 എത്ര വരെ ആകാം? 35,000 വരെ ആകാം. ദാറ്റ് മീൻസ് ഇഫ് ഇറ്റ് എക്സീഡ്സ് ട്രാൻസ്പോർട്ടർക്ക് കൊടുക്കുന്നത് 35,000 മുകളിലായാൽ ഫുള്ളി എന്ത് ചെയ്യും? ഡിസലൗഡ് ആവും. ക്ലിയർ ആണോ? ഇവിടെയാണ് ഒരു നമുക്ക് എക്സാമിന് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടാണ്. ഇഫ് എക്സ്പെൻഡിച്ചർ പെയ്ഡ് ബൈ ക്രോസ്ഡ് ചെക്ക്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒരു ചെക്കില് എന്താണ് ബാക്കി കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് ജസ്റ്റ് ക്രോസ് ചെയ്തിട്ടേ ഉള്ളൂ. ക്രോസ്ഡ് ചെക്ക് അക്കൗണ്ട് പേ ചെക്ക് ആണ്. ഇന്ന ആളുടെ അക്കൗണ്ടിലേക്ക് അക്കൗണ്ട് പേ എന്ന് പറഞ്ഞിട്ട് ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ മാത്രമേ ക്രോസ് ചെക്ക് മീൻസ് എന്താണ്? ജസ്റ്റ് ക്രോസ്. അവിടെ ആർക്ക് വേണമെങ്കിലും ആകാം. സോ ക്രോസ്ഡ് ചെക്ക് എന്ന ഡിഡക്ഷൻ നോട്ട് അലൗഡ് ആണ്. ദാറ്റ് മീൻസ് എന്താണ്? ഡിസ്അലൗഡ് ആണ് ക്രോസ്ഡ് ചെക്ക് ആണെങ്കിൽ. ക്ലിയർ ആണോ? എക്സാം ഉണ്ട് ക്രോസ്ഡ് ചെക്ക്. സ്റ്റുഡൻസ് നമ്മൾ എഴുതുന്ന ക്രോസ്ഡ് ചെക്ക് എന്താണ്? അതൊരു അക്കൗണ്ട് പേ ചെക്ക്. ക്രോസ്ഡ് ചെക്ക് ഒരിക്കലും എന്താകണമെന്നില്ല അക്കൗണ്ട് പേ ചെക്ക് മീൻസ് എന്തായിരിക്കണം? ഏത് ഇന്ന ആളുടെ അക്കൗണ്ടിലേക്ക് അക്കൗണ്ട് പേ എഴുതിയിട്ട് പേ മിസ്റ്റർ സോ ആൻഡ് സോ. ദാറ്റ് മീൻസ് അയാളുടെ പേരിലുള്ള അക്കൗണ്ടിലോട്ട് മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ? ആ എമൗണ്ട് ക്രെഡിറ്റ് ആവുള്ളൂ. ക്ലിയർ ആണോ? സോ ക്രോസ്ഡ് ചെക്ക് ഒരിക്കലും എന്താവൂല? അക്കൗണ്ട് പേ ചെക്ക് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഓക്കെ, then exception 40A3 ഉണ്ടോ? സോറി, അതായത് എക്സെപ്ഷൻ. ദാറ്റ് മീൻസ് ഈ പറയുന്ന കേസിലാണെങ്കിൽ ക്യാഷും ആകാം. പേയ്മെന്റ് ബേ ടു ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമുക്ക് എപ്പോഴും ചെക്ക് എടുത്ത് കണക്കില്ല. സംടൈംസ് നമ്മൾ എന്താണ് ക്യാഷ് അടയ്ക്കും. LIC ബാങ്ക്, ഗവൺമെന്റ്. സോ പേയ്മെന്റ് മെയ്ഡ് ത്രൂ നെഫ്റ്റ്, RTGS, ഡെബിറ്റ് കാർഡ്, ഇതെല്ലാം എന്താണ്? 10,000 മുകളിലായാലും കുഴപ്പമില്ല. പേയ്മെന്റ് മെയ്ഡ് ബൈ ബുക്ക് എൻട്രി അഡ്ജസ്റ്റ്മെന്റ്സ്. സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇപ്പൊ എയും ബിയും തമ്മിലൊരു മിസ്റ്റർ എ, മിസ്റ്റർ ബി. സോ എ ബിക്ക് ഒരു 15,000 പേ ചെയ്യാനുണ്ടായിരുന്നു. ദെൻ എന്തോ ഒരു ട്രാൻസാക്ഷൻ ഇങ്ങോട്ട് നടന്നു. ബി എക്ക് ഒരു 15,000 രൂപ കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു 20,000 കൊടുക്കാണെന്ന് വിചാരിക്കാം. സോ ഓൾറെഡി 15,000 കിട്ടുന്നുണ്ട്. എന്താണ്? ബുക്ക് അഡ്ജസ്റ്റ്മെന്റിലൂടെ 15,000 കൊടുത്തതായിട്ട് കണക്കാക്കും. എന്ത് പറയും? എക്ക് ഇനി 5,000 രൂപ കൊടുക്കാനുള്ളത്. ബിക്കോസ് 15,000 ബിക്ക് കൊടുക്കാനുണ്ടായിരുന്നു. സോ ഇങ്ങനെയുള്ള ബുക്ക് എൻട്രിയിലൂടെ കിട്ടാനുള്ളത് തട്ടിക്കിഴിച്ച് ബാക്കി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നെറ്റ് ചെയ്യുവാണെങ്കിൽ അത് എന്താണ്? 40A3 അട്രാക്ട് ചെയ്യൂലെന്ന് 10,000 മുകളിലാണെങ്കിലും. സോ ദാറ്റ് മീൻസ് എക്സെപ്ഷൻ ഫോർ 6DD റൂൾ 6DD മീൻസ് എന്താണ്? ഇതിനൊക്കെ എന്താണ്? ക്യാഷുമാകാം. ദെൻ പേയ്മെന്റ് ഓഫ് producers of agricultural product, agri product, forest product, poultry products, fish product, livestock, etc. So that means ഇപ്പൊ നമുക്ക്
ഫിഷ് പ്രോഡക്റ്റ്, അഗ്രി പ്രോഡക്റ്റ്, ഫോറസ്റ്റ് പ്രോഡക്റ്റ്. ഇപ്പൊ നമ്മൾ കാട്ടിന്റെ ഉള്ളിൽ ചെന്നിട്ട് അവിടുന്ന് ഒറിജിനൽ തേൺ മേടിക്കുകയാണ്. സോ ആ ഉള്ളവർ അവരുടെ നിന്ന് സോ അവർക്ക് അക്കൗണ്ട് പേ ചെക്ക് കൊടുത്താൽ അവർ മേടിക്കുമോ? അവർക്ക് എന്ത് കൊടുക്കാനേ പറ്റുള്ളൂ? ക്യാഷ്. ദെൻ അതേപോലെ ഇപ്പം ഫിഷ് ചാകര വന്നു, അവിടെ ചെന്നിട്ട് സോ നേരെ കടലിൽ ചെന്നിട്ട് കടപ്പുറത്ത് ചെന്നിട്ട് അവിടെ ലേലം മേടിക്കുമ്പോഴത്തേക്കും അവർക്ക് ക്യാഷേ കൊടുക്കാൻ പറ്റുള്ളൂ. സോ അവർക്ക് അവരെന്ത് വാങ്ങിക്കില്ല, അവർക്ക് ബാങ്ക് അക്കൗണ്ട് പോലും ഉണ്ടാവുന്നില്ല. സോ ഇങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്താണ്? ക്യാഷും ആകാം. സോ ഇവിടെ ഈ ഫിഷ് പ്രോഡക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഒരു ഇന്റർമീഡിയറി, വാൾമാർട്ട് വലിയ മാർട്ടിലൊക്കെ സോ വലിയ ഒരു ഫ്രീസറിലൊക്കെ വെച്ചിരിക്കുന്ന ഫിഷ് പർച്ചേസ് ചെയ്താൽ ആ കേസ് അല്ല പറയുന്നത്. ഓക്കെ, സോ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എല്ലാം എന്താണ്? അവരുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ, സ്റ്റോക്ക് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ സോ അത് എന്താകാം? ക്യാഷ് ആകാം. ഇതാണ് ഒരു എമൗണ്ട് മാത്രം പറയുന്നത്. ഒരേ ഒരു പേയ്മെന്റ് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് പ്രൊവൈഡഡ് സച്ച് പേയ്മെന്റ് ഈസ് അപ് ടു 50,000. 50,000 വരെയാണെങ്കിൽ എന്ത് കൊടുക്കാം? ക്യാഷ് കൊടുക്കാം. Then payment of salary to an employee who is posted to any other place for 15 days or more than his normal place of duty. നോർമൽ പ്ലേസ് ഓഫ് ഡ്യൂട്ടിയിൽ നിന്ന് വേറെ 15 ഡേയ്സിൽ കൂടുതൽ ഡ്യൂട്ടിക്ക് വന്നാൽ എന്താണ്? സോ അയാൾക്ക് ആ കാര്യങ്ങൾ നടക്കാനായിട്ട് എന്ത് ചെയ്യും? അയാൾക്ക് ക്യാഷ് വേണം, അതുകൊണ്ട് അവർക്കും ക്യാഷ് ആയിട്ട് കൊടുക്കാം. പേയ്മെന്റ് വേഡ് വെയർ ബാങ്കിങ് ഫെസിലിറ്റി നോട്ട് അവൈലബിൾ. സോ ബാങ്കിങ് ഫെസിലിറ്റി ഇല്ലാത്ത ഒരു പ്ലേസിൽ പേയ്മെന്റ് പേ ചെയ്യേണ്ടി വന്നാൽ അവിടെ എന്താണ്? ക്യാഷ് കൊടുക്കാം. ദാറ്റ് മീൻസ് ക്യാഷ് ഇൻ ദ സെൻസ് എന്താണ്? അക്കൗണ്ട് പേ ചെക്കോ അക്കൗണ്ട് പേ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഈ പറയുന്ന മോഡൽ അല്ലാണ്ട് ഇനി നോർമലി അതെന്താണ് വരുന്നത്? ക്യാഷ് പേയ്മെന്റ് ആണ്. Then payment is made by any person to his agent who is required to make payment in cash for goods or services on behalf of such person. Okay, so personന്റെ ഏജന്റിന് കൊടുക്കുന്നത് ക്യാഷ് ആകാം. Payment made to an authorized dealer or a money exchanger against purchase of foreign currency. So foreign currency normal course of business. സോ എന്തായിരിക്കണം? ഓതറൈസ്ഡ് ഡീലർ ആയിരിക്കണം, അല്ലാണ്ട് വേറെ കരിഞ്ചന്തയിൽ പുറത്ത് ഉള്ള കേസ് അല്ല പറഞ്ഞ. ഓതറൈസ്ഡ് ഡീലർ എന്താണ്? ഫോറിൻ കറൻസിക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഇന്ത്യൻ മണി കൊടുത്താൽ അത് കുഴപ്പമില്ല, അത് എന്താകാം? ക്യാഷും ആകാം. ദെൻ പേയ്മെന്റ് ഫോർ പർച്ചേസ് ഓഫ് പ്രോഡക്റ്റ് മാനുഫാക്ചേഴ്സ് ഓർ പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് എയ്ഡ് ഓഫ് പവർ ഇൻ കോട്ടേജ് ഇൻഡസ്ട്രി ടു ദ പ്രൊഡ്യൂസർ ഓഫ് സച്ച് പ്രോഡക്റ്റ്. കോട്ടേജ് ഇൻഡസ്ട്രിയിൽ എന്താണ്? പവർ എയ്ഡ് ഓഫ്, വിത്തൗട്ട് എയ്ഡ് ഓഫ് പവർ. സോ അവർക്കും ഡയറക്റ്റ് കിട്ടുന്ന പേയ്മെന്റ്. സോ അവർക്കും എന്താണ്? ചെക്ക് ആയിട്ടൊന്നും ആയിരിക്കില്ല അവർ വാങ്ങിക്കുന്നത്, അവർക്ക് ബാങ്ക് അക്കൗണ്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അവർക്കും എന്താകാം? കൊടുക്കുന്നത് ക്യാഷ് ആകാം. ബാക്കി അല്ലാത്ത കേസസിലെല്ലാം ക്യാഷ് കൊടുത്താൽ എന്താകും? ഡിസലവൻസ്, എൻറ്റയർ എമൗണ്ട് ഡിസലവൻസ് ആകും. ഇഫ് ഇറ്റ് എക്സീഡ്സ് 10,000, ട്രാൻസ്പോർട്ടർക്കാണെങ്കിൽ 10,000 എന്നുള്ള ആ ലിമിറ്റ് ഹൈക്ക് ചെയ്ത് എത്രയാണ്? 35,000 എക്സീഡ് ചെയ്താൽ 40A3 ക്ലിയർ ആണോ? സോ ദാറ്റ് മീൻസ് ഒരു ദിവസം ഒരാൾക്ക് കൊടുക്കുന്ന എക്സ്പെൻഡിച്ചർ, അയാൾക്ക് കൊടുക്കുന്ന പേയ്മെന്റ് 10,000 മുകളിലാണെങ്കിൽ, ക്യാഷ് പേയ്മെന്റ് ആണെങ്കിൽ ഫുള്ളി ഡിസലൗഡ്. ട്രാൻസ്പോർട്ടർ ആണെങ്കിൽ 35,000 എക്സീഡ് ചെയ്താൽ ഫുള്ളി ഡിസലൗഡ്. സോ ബാക്കിയുണ്ട് ഈ പറഞ്ഞ 6DD നമുക്ക് നോർമലി കണ്ടാൽ തന്നെ മനസ്സിലാകും. ഈ കേസിലെല്ലാം എന്ത് കൊടുക്കാം? ക്യാഷ് കൊടുക്കാം. ബാക്കിയുള്ള ഒരു കേസിലും എന്ത് പറ്റൂല? ക്യാഷ് കൊടുത്താൽ 40A3 ഫുള്ളി ഡിസലവൻസ്. എന്താണ്? 1 രൂപ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണോ? 40A3 where an expenditure has been allowed as deduction on accrual basis. On accrual basis. No, accrual basis എന്താണ്? ഡിഡക്ഷൻ ആയിട്ട് അലോ ചെയ്തു any previous year and payment is made in subsequent year otherwise than by account by check or account by bank draft or ECS through bank account or through modes of such payment or aggregate payment made to a person in a day is made by in a subsequent previous year in excess of 10,000 or 35,000 as the case may be. So transporter ആണെങ്കിൽ 35,000. The payment or aggregate payment so made shall be deemed as profit and gains of business or profession and charged to tax in the income of subsequent previous year. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. നമ്മുടെ പ്രീവിയസ് ഇയർ എത്രയാണ്? നമ്മുടെ പ്രീവിയസ് ഇയർ 22-23. സോ അതിന് തൊട്ട് മുമ്പുള്ള പ്രീവിയസ് ഇയർ 21-22. ഓക്കെ, സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. എനി എമൗണ്ട് ഡിഡക്ഷൻ ഓൺ ആക്ച്വൽ അക്രൂവൽ ബേസിസ് ഉണ്ടോ? സോ ഇവിടെ ഈ വർഷത്തെ P&L ഇവിടെ ഡെബിറ്റ് ഉണ്ട്, ക്രെഡിറ്റ് ഉണ്ട്. ഈ വർഷത്തെ P&L ഒരു എമൗണ്ട്
എന്താണ് അക്രൂവൽ ബേസിസിൽ. സോ ദാറ്റ് മീൻസ് ഡ്യൂ ആയപ്പോൾ സാലറി പെയ്ഡ് ഓർ പേയബിൾ നമുക്ക് എന്താണ് ഓൾറെഡി വരുന്നതാണ്. അതേപോലത്തെ ഒരു അക്രൂവൽ ബേസിസിൽ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. അക്രൂവൽ ബേസിസിൽ ഡെബിറ്റ് ചെയ്തു. എംപ്ലോയർ അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി ഡെബിറ്റ് ചെയ്തു. സോ ദാറ്റ് മീൻസ് ആക്ച്വലി പേ ചെയ്തിട്ടില്ല. സോ ഇങ്ങനെ അക്രൂവൽ ബേസിസിൽ ഡെബിറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ആക്ച്വലി എന്താണ് ഈ പ്രീവിയസ് ഇയറിൽ ഉണ്ടാകേണ്ടിയിരുന്ന ഡ്യൂ ആയ എക്സ്പെൻഡിച്ചർ ആണ്. സോ നമ്മൾ അക്രൂവൽ ബേസിസിൽ ഡെബിറ്റ് ചെയ്താൽ കറസ്പോണ്ടിങ് ആയിട്ട് നെറ്റ് പ്രോഫിറ്റ് കുറയും. സോ അത് എവിടെ ആയിരിക്കും വരുന്നത്, ബാലൻസ് ഷീറ്റിന്റെ പേയബിളിൽ ഉണ്ടാകും. അങ്ങനെ അത് എന്താണ് ഡബിൾ എൻട്രി മെയിൻറ്റെയിൻ ചെയ്ത് ടാലി ആയിട്ടുണ്ട്. ദെൻ ഇങ്ങനെ അക്രൂവൽ ബേസിസിൽ ഡിഡക്ഷൻ ഓൾറെഡി വാങ്ങിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുവാണ്, സോ ഇപ്പൊ എന്താണ് അടുത്ത വർഷത്തിലേക്ക് വരുമ്പോൾ അത് പി ആൻഡ് എൽ എന്തെങ്കിലും എൻട്രി വരുന്നുണ്ടോ, ഇല്ല. സോ ഇവിടെ ഓൾറെഡി എൻട്രി ഇട്ട് മാറി. ഇപ്പോൾ ഇനിയും എന്തേ ഉള്ളൂ, പേയബിൾ എന്ന് പറഞ്ഞ് ബാലൻസ് ഷീറ്റിലേക്ക് കിടക്കുന്നുള്ളൂ. സോ അടുത്ത വർഷം വരുമ്പോൾ നമ്മൾ വിചാരിക്കും സേഫായി, ഇവിടെ പി ആൻഡ് എൽ അട്രാക്ട് ചെയ്യുന്ന ഒരു എൻട്രി അല്ലല്ലോ വരുന്നത്. സോ ഈ പേയബിൾ ആയിട്ട് കിടക്കുന്നത് ഞാനങ്ങ് ക്യാഷിൽ പേ ചെയ്യുവാണ്. സോ ജസ്റ്റ് ഒരു ഫിഗർ പറയണം, ഒരു 15,000 ആയിരുന്നു ഞാൻ ഡ്യൂ ബേസിസിൽ എന്ത് ചെയ്തത്, അലൗഡ് എക്സ്പെൻഡിച്ചർ ആയിട്ട് അലോ ചെയ്തെടുത്തത്. സോ ഇവിടെ എന്ത് ചെയ്യണം, അടുത്ത വർഷം വന്നിട്ട് എന്താണ് ക്യാഷ് ആയിട്ട് 15,000 പേ ചെയ്താൽ 10,000 എക്സീഡ് ചെയ്താൽ എന്തോരും അപ്പൊ നമ്മൾ വിചാരിക്കും ഓൾറെഡി ഇനി ഇത് ഈ വർഷത്തെ എക്സ്പെൻഡിച്ചർ അല്ലല്ലോ, 40A3 ഇത് ബാധകമല്ല അല്ലേ. സോ നമ്മുടെ ഈ വർഷത്തെ എക്സ്പെൻഡിച്ചർ ആണെങ്കിലല്ലേ, ഈ വർഷത്തെ എക്സ്പെൻഡിച്ചർ അല്ലല്ലോ. എക്സ്പെൻഡിച്ചർ ആകും മീൻസ് എന്ത് ചെയ്യണം, പി ആൻഡ് എല്ലിൽ ഡെബിറ്റ് ചെയ്ത ഐറ്റം അല്ലല്ലോ. സോ ഇവിടെ എന്ത് എൻട്രി ഇട്ട് മാറി, ഞാൻ പേയബിളിന്റെ എന്താണ് ഡെബിറ്റ് വന്നിട്ട് ക്യാഷിന് ക്രെഡിറ്റ് വന്ന എൻട്രി തീർന്നില്ലേ, പി ആൻഡ് എല്ലിൽ വരുമോ, ആക്ച്വലി ഇല്ല. സോ അങ്ങനെ വന്നാലും എന്ത് ചെയ്യും, ഇങ്ങനെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി 15,000 നിങ്ങൾ ഡിഡക്ഷൻ ആയിട്ട് വാങ്ങിച്ചെടുത്തതാണല്ലോ. സോ ഇങ്ങനെ നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു ടാക്സ് പ്ലാനിങ് അല്ലെങ്കിൽ എന്താണ് ഒരു തെറ്റായ രീതിയിൽ ഇവിടെ ശരിക്കും എന്താണ് ക്രോസ്ഡ് ചെക്ക് അക്കൗണ്ട് ബൈ ചെക്കോ അക്കൗണ്ട് ബൈ ഡിമാൻഡ് ഡ്രാഫ്റ്റോ കൊടുക്കേണ്ടത് ക്യാഷ് കൊടുത്താൽ എന്ത് ചെയ്യും, നിങ്ങൾ അങ്ങനെ രക്ഷപ്പെട്ട് പോകണ്ട. ഈ പ്രീവിയസ് ഇയറിൽ അതായത് നമ്മുടെ അസസ്മെന്റ് ഇയറിൽ എന്താണ് ഈ എൻറ്റയർ എമൗണ്ട് എവിടെ കൊണ്ട് കാണിച്ചു, പി ആൻഡ് എല്ലിൽ ക്രെഡിറ്റ് ചെയ്ത് എന്താണ് PGBP നിങ്ങളുമായിട്ട് അണ്ടർ സെക്ഷൻ 28 പിടിച്ച് ടാക്സ്. ക്ലിയർ ആണോ? സോ ഇത് ടാക്സ് പ്ലാനിങ് ആയിട്ട് കൊണ്ടുവന്നാണ്. സോ അതിനുശേഷമാണ് എന്താണ് 40A3A ആദ്യം ഉള്ളായിരുന്നു, അതിനുശേഷം എന്തുകൊണ്ടുവന്നു 40A3A. സോ ഇത് പക്ക പ്ലാനിങ് ആണ്. ശരിക്കും ഇതെന്താണ് ഈ പ്രീവിയസ് ഇയറിൽ കഴിഞ്ഞു, ഞാൻ എന്താണ് ഡിഡക്ഷൻ മേടിച്ച് എടുത്തു കഴിഞ്ഞു. സോ ഇനി അസസ്മെന്റ് ഇയറിൽ എനിക്ക് പി ആൻഡ് എല്ലിനെ അട്രാക്ട് ചെയ്യുന്ന എൻട്രി ഒന്നും വരുന്നില്ല. പക്ഷേ അവർ നോക്കും അങ്ങനെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ ഈ പേ ചെയ്ത എമൗണ്ട് നോക്കും, ക്യാഷ് പേയ്മെന്റ് 15,000 ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണോ, പ്രീവിയസ് ഇയറിൽ നിങ്ങൾ ഓൾറെഡി ഡിഡക്ഷൻ മേടിച്ചെടുത്താണല്ലേ. സോ അങ്ങനെ രക്ഷപ്പെട്ട് പോകേണ്ട എന്താണ് കംപ്ലീറ്റ് നിങ്ങൾ എന്താണ് PGBP ഇൻകമായിട്ട് കാണിച്ച് ചാർജ് ചെയ്തോ. ക്ലിയർ ആണോ? സോ നേരത്തെ കിട്ടിയ ബെനിഫിറ്റ് എന്താണ്, ഈ വർഷം ടാക്സ് ചെയ്ത് ആ ബെനിഫിറ്റ് എടുത്ത് കളഞ്ഞു, റൂൾസ് കംപ്ലൈ ചെയ്യാത്തത് കൊണ്ട്. 40A3 and 40A3A. Then remaining 40 sections കൂടെ നോക്കാം. Provisions for gratuity 40A7. 40A7. So provision for payment of gratuity to employee is not allowed as deduction. So section 40A7 പ്രകാരം എന്താണ് പ്രൊവിഷൻ ഗ്രാറ്റുവിറ്റിയിലേക്ക് പേ ചെയ്യും എന്ന് പറഞ്ഞ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്താൽ എന്താണ് നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ. ഹൗവർ the disallowance would not attract if provision is made for contribution to an approved gratuity fund or for the payment of gratuity has been become payable during the year. Payable during the year. So ഒന്നിൽ എന്താ അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ടിലേക്കോ അല്ലെങ്കിൽ ഈ വർഷം പേയബിൾ ആകുന്ന ഫണ്ടിലേക്കോ, ദാറ്റ് മീൻസ് ഈ വർഷം പേയബിൾ ആകുക മീൻസ് എന്താണ് ഈ വർഷം പേ ചെയ്യും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അലോവബിൾ ആസ് ഡിഡക്ഷൻ. അതർവൈസ് എന്ത് കിട്ടില്ല, 40A7 ഡിസലവൻസ് അട്രാക്ട് ചെയ്യും. 40A7 ഡിസലവൻസ് അട്രാക്ട് ചെയ്യും. സോ നോർമലി എന്തെങ്കിലും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് അലവൻസ് എന്താണ് ഡിഡക്ഷൻ അലോ ചെയ്യില്ല. ഒന്നുകിൽ അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ടിലേക്കായിരിക്കണം, ഓർ അല്ലെങ്കിൽ ഈ വർഷം ഗ്രാറ്റുവിറ്റി ഡ്യൂ ആകുന്ന ബിക്കം പേയബിൾ ആകുന്നതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അലൗഡ് ആണ്, അതർവൈസ് ഡിസലൗഡ്. ഓക്കെ. സോ പ്രൊവിഷൻ എന്താണ് 40A7 അട്രാക്ട് ചെയ്യും. സോ contribution to approved gratuity provision is made for contribution to approved gratuity fund അല്ലെങ്കിൽ ഈ വർഷം തന്നെ ഡ്യൂ ആകുന്ന പേയബിൾ ആകുന്ന ഫണ്ട് ആണെങ്കിൽ എന്താണ് അലൗഡ് ആണ്, ഡിസലവൻസ് അട്രാക്ട് ചെയ്യില്ല. നമ്മൾ 40A9 ഓൾറെഡി ഡിസ്കസ് ചെയ്യാണ്. സെക്ഷൻ 30C സബ്സെക്ഷൻ ക്ലോസ് 4A no deduction allowed in respect of any sum paid by assessee as an employee towards setting up of formation of contribution of fund, trust, company, AOP, society, other institution for any purpose
where sum is paid by contribution towards approved superannuation fund, recognized provident fund, approved gratuity fund, NPS and requirements under law, then amount shall be allowed as deduction. So അതിന് മുകളിലാണെങ്കിൽ അല്ലെങ്കിൽ അൺറെക്കഗ്നൈസ്ഡ് ഫണ്ടിലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഡിഡക്ഷൻ അലൗ ചെയ്യില്ല. നമ്മൾ 36 സബ്സെക്ഷൻ 1 പറഞ്ഞ അവിടെ 2 പോയിന്റിൽ പറയുന്നുണ്ട്. 40A9 കുറിച്ച് പറയുന്നുണ്ട്. സോ ആ പറയുന്ന കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിൽ എക്സീഡ് ചെയ്താൽ 80CCDയിലേക്ക് പറയുന്നുണ്ട്. സോ അതിന് എക്സസ് ആണെന്നുണ്ടെങ്കിൽ 40A9 പ്രകാരം എന്താണ് ഡിസലവൻസ് അട്രാക്ട് ചെയ്യും. സോ എന്താണ് അത് ആ കോൺട്രിബ്യൂഷൻ എന്ത് കിട്ടത്തില്ല, ഡിഡക്ഷൻ അലോ ചെയ്യില്ല. സോ 36 സബ്സെക്ഷൻ 1 പറയുന്ന അത് തന്നെയാണ്, ആ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. സോ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഫണ്ടിലേക്കല്ല എങ്കിൽ എന്താണ് ഡിഡക്ഷൻ എംപ്ലോയർക്ക് ഡിഡക്ഷൻ അലൗഡ് അല്ല. ക്ലിയർ ആണോ? സോ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യനിൽ കയറി വരുന്നതാണ്. പ്രോഫിറ്റ് ചാർജബിൾ ടാക്സ് സെക്ഷൻ 41 ഡീമിംഗ് പ്രൊവിഷൻ ആണ്. ഡീമിംഗ് ആയിട്ടുള്ള deemed profit under PGPP. Okay, section 41. So ശ്രദ്ധിക്കുക, section 41 subsection 1 where deduction was allowed in respect of loss, expenditure or trading liability for any year and subsequently during any previous year, assessee or successor of the business has obtained any amount in respect of such loss or expenditure, some benefit in respect of such trading liability by way of remission, cessation thereof, the amount obtained, value or benefit accrued shall be deemed to be income. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, 41 സബ്സെക്ഷൻ 1 പറയുന്നത് നമ്മളിപ്പോ പലയിടത്തും ഡിസ്കസ് ചെയ്യാണ്. സെക്ഷൻ 41 സബ്സെക്ഷൻ 1 പറയുന്നത് ഒരു പ്രീവിയസ് ഇയറിൽ എന്താണ് P&L ഡിഡക്ഷൻ ആയിട്ട് അലോ ചെയ്തു. ഓക്കെ, സോ നമ്മൾ ഇത് പറയുന്ന പോലെ ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ് ബാഡ് ഡെറ്റ്സ്. സോ ബാഡ് ഡെറ്റ്സ് നമ്മൾ റിട്ടേൺ ഓഫ് റൈറ്റ് ഓഫ് ചെയ്തു നമ്മള് ഒരു പ്രീസീഡിങ് പ്രീവിയസ് ഇയറിൽ, ദെൻ വേറെ ഒരു പ്രീവിയസ് ഇയറിൽ അത് തിരിച്ചു കിട്ടുകയാണ്. സോ ഓൾറെഡി നമ്മൾ എന്തെങ്കിലും അലോഡ് ഡിഡക്ഷൻ ആയിട്ട് എടുത്തിട്ടുള്ളത് തിരിച്ചു കിട്ടിയാൽ ആ തിരിച്ചു കിട്ടുന്ന എമൗണ്ട്, സോ ഈ ബാഡ് ഡെറ്റ്സ് കിട്ടിയാൽ, ബാഡ് ഡെറ്റ്സ് ഉണ്ടോ നമ്മൾ ഓൾറെഡി എഴുതി കളഞ്ഞു, പിന്നീട് തിരിച്ചു കിട്ടിയാൽ എന്ത് ചെയ്യും? സെക്ഷൻ 41 സബ്സെക്ഷൻ 1 പ്രകാരം എന്തായിരിക്കും? ഡീംഡ് ഇൻകം ആണ്. സോ ദാറ്റ് മീൻസ് ഓൾറെഡി ഡിഡക്ഷൻ അലോ ചെയ്ത എന്തെങ്കിലും എക്സ്പെൻഡിച്ചറോ ലോസോ എന്തെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടിയാൽ, വേറൊരു പ്രീവിയസ് ഇയറിൽ തിരിച്ചു കിട്ടിയാൽ എന്താണ് കിട്ടുന്ന പ്രീവിയസ് ഇയറിൽ എന്തായിട്ട് കണക്കാക്കും? PGBPയിൽ ഇൻകം ആയിട്ട് കണക്കാക്കുന്നു. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ 41 subsection 3. Amount related on transfer of asset used for scientific research is taxable as business income to the extent of deduction allowed under section 35 in the year of transfer take place. നമ്മൾ ഓൾറെഡി സെക്ഷൻ 35 ഡിസ്കസ് ചെയ്തതാണ്. സോ അത് എന്ത് ചെയ്താൽ 35 ഉള്ള സയന്റിഫിക് റിസർച്ച് അസറ്റ് എന്താണ് സെയിൽ നടത്തിയാൽ, സോ ഓൾറെഡി 100% എഴുതി കളഞ്ഞാണ്. സെയിൽ നടത്തി കിട്ടുന്നത് എന്തായിട്ട് കൂട്ടും? PGBP ഇൻകം ആയിട്ട് കൂട്ടും. PGBP ഇൻകം. Then 41 subsection 4. Any amount recovered by the assessee against bad debts earlier allowed as deduction, okay, taxable in the hands of in the year in which it is received. Okay, so 41 subsection 1 ൽ നമ്മൾ പറഞ്ഞു, 41 subsection 4 നമ്മൾ എടുത്തു പറയുന്നത് bad debts. So ഇവിടെ നമുക്ക് bad debts എന്നൊരു വേർഡ് യൂസ് ചെയ്യുന്നു. സോ ബിക്കോസ് ഇവിടെ നമ്മൾ പറഞ്ഞ ട്രേഡിംഗ് ലയബിലിറ്റി അല്ലെങ്കിൽ ഇൻ റെസ്പെക്ട് ഓഫ് എനി ലോസ്, സോ ലോസ് ആയത് പിന്നീട് സബ്സീക്വന്റ്ലി തിരിച്ചു കിട്ടിയാൽ, സോ ഏതെങ്കിലും പ്രീവിയസ് ഇയറിൽ നമ്മൾ ഡിഡക്ഷൻ ആയിട്ട് അലോ ചെയ്തത് എക്സെപ്റ്റ് ബിക്കോസ് ബാഡ് ഡെറ്റ്സിന് 41 സബ്സെക്ഷൻ 4 എന്ന് പറഞ്ഞ ഒരു സ്പെസിഫിക് സെക്ഷൻ ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഏതെങ്കിലും ലോസ് ആയിട്ടുള്ളത് നമ്മൾ എന്താണ് ഓൾറെഡി ലോസ് എഴുതി കളഞ്ഞത് തിരിച്ചു കിട്ടുകയാണെങ്കിൽ, സോ അതിനകത്ത് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ട്രേഡിംഗ് ലയബിലിറ്റിയോ എക്സ്പെൻഡിച്ചർ ഓൺ ട്രേഡിംഗ് ലയബിലിറ്റി ഫോർ എനി ഇയർ സബ്സീക്വന്റ്ലി തിരിച്ചു കിട്ടിയാൽ അതാണ് 41. സോ രണ്ടിന്റെയും കോൺസെപ്റ്റ് സെയിം തന്നെ. ഓൾറെഡി നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഓൾറെഡി P&L ഡെബിറ്റ് ചെയ്ത പ്രീവിയസ് ഇയറിൽ ഡെബിറ്റ് ചെയ്ത് പോയ ഒരു ഐറ്റം തിരിച്ച് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, സോ ഓൾറെഡി ക്ലെയിംഡ് റിക്കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 41 സബ്സെക്ഷൻ 1 41 സബ്സെക്ഷൻ 4 ആ ഒരു ട്രീറ്റ്മെന്റ് സെയിം ആണ്. ഓൾറെഡി ഡെബിറ്റ് ചെയ്തത് റിക്കവർ ചെയ്താൽ എന്താണ്
PGBP income ആകുന്നു. Clear ആണോ? Next one. 43A. Asset acquired from foreign. If any asset acquired from foreign country through a loan in foreign currency, foreign supplier credit or any loss or gain against at the time of payment shall be adjusted with the block of asset. Adjustment is made only at the time of actual payment of foreign loan or supplier's credit. If there is any gain there, then reduce from the block of asset, then reduce from the block of asset, and if there is any loss, then add it to block of asset. Profit or loss on hedging contract for meeting out the loss in foreign currency payment towards asset acquired from outside India shall also be reduced or added to cost of profit അല്ലെങ്കിൽ loss. ഒന്നുകിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ shall also be reduced or added to cost of asset. Profit ആണെങ്കിൽ reduce ചെയ്യുക, loss ആണെങ്കിൽ add ചെയ്യുക. Foreign currency fluctuation വരുന്നതാണ്. Okay, so നോക്കാം. അത്രയും ഇതില്ല ഇന്റർമീഡിയറ്റ് ലെവലില് 40A3, but next one 43B. 40 capital 43 ക്യാപിറ്റലിനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് വരുന്ന 43B ആണ്. സോ നമ്മൾ പലയിടത്തും ഓൺ ആസ് പെർ 43B എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോളോയിങ് എക്സ്പെൻസ് ഒന്നുമില്ല. എന്താണ് ഫോളോയിങ് എക്സ്പെൻസസ് ആർ അലൗഡ് ഓൺലി if they are paid up to the due date of filing return 139 subsection ഉണ്ട്. ആക്ച്വൽ പേയ്മെന്റ് ബേസിസിൽ മാത്രം കൊടുക്കുന്ന ആണെന്ന് പറയുന്നത് 43B-യിൽ ഉണ്ടോ. എനി ടാക്സ്, ഡ്യൂട്ടി, സെസ്, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഉണ്ടോ ആക്ച്വലി പേ ചെയ്താൽ മാത്രം. ബോണസ് ഓർ കമ്മീഷൻ ടു എംപ്ലോയീസ് ആക്ച്വലി പേ ചെയ്താൽ മാത്രം. സോ പേ ചെയ്ത ഡേറ്റ് നോക്കുന്നത് എന്നാണ് ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ അണ്ടർ സെക്ഷൻ 139 സബ്സെക്ഷൻ 1 വരെയാണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫ്രം എനി public financial institution, state financial corporation, etc. Okay. Then leave encashment or leave salary to employees. ഇതെല്ലാം എന്താണ് ആക്ച്വലി any sum payable to Indian Railways for use of railway asset. So actually pay ചെയ്താൽ മാത്രം. Interest on any loan borrowings from a deposit taken on non-banking financial company or systematically important non-deposit taking NBFC. If payment is made after due date of return filing return, then expense shall be allowed in the year of actual payment. ഏത് പ്രീവിയസ് ഇയർ ആണോ ആക്ച്വലി പേ ചെയ്യുന്നത് ആ ഇയറിൽ കിട്ടും. നമ്മുടെ പ്രീവിയസ് ഇയറിൽ കിട്ടില്ല, ബട്ട് ഇമ്മീഡിയറ്റ്ലി സക്സീഡിങ് പ്രീവിയസ് ഇയറിൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ, ആക്ച്വൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടും. Then NBFC means പറയുന്നുണ്ട്. Then systematically deposit taking NBFC. ഇവിടെ deposit taking non-banking financial means which is accepting or holding public deposit entities registered with RBI. Then systematically important non-deposit taking NBFC means NBFC which is not accepting or holding public deposit and having total asset of not less than 50 crores rupees as per the latest audited balance sheet and is registered with RBI. Okay. If interest is payable, okay, where the interest is payable on loan has been converted into, okay, so ഇതൊക്കെ നമുക്ക് പുതിയതായിട്ട് ന്യൂലി കേട്ടി വരുന്നതാണ്. ഈ ഒരു എക്സ്പ്ലനേഷൻ ആണ്, പ്രൊവിഷൻ അല്ല, എക്സ്പ്ലനേഷൻ. വേർ ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ലോൺ ഹാസ് ബീൻ കൺവേർട്ടഡ് ഇൻ ടു ലോൺ ഓർ ബോറിംഗ്. സോ ഇപ്പൊ ഞാനൊരു 10 ലക്ഷത്തിന് ലോൺ എടുത്തു, ഇൻട്രസ്റ്റ് പേയബിൾ 5 ലക്ഷമായി, ദെൻ അതൊരു വേറൊരു ലോൺ ഉണ്ടോ. സോ അത് എന്താണ് അഡ്രസ് ചെയ്ത് എന്താണ് 5 ലക്ഷത്തിന് വേറൊരു ലോൺ ആക്കി മാറ്റിയാൽ, സോ അത് ആക്ച്വലി പേ ചെയ്തായിട്ട് കൂട്ടൂല. It shall not be deemed that interest is paid off. Interest shall all be allowed as deduction in the previous year in which installments are paid. So 10 ലക്ഷത്തിന് ലോൺ എടുത്തു, അല്ലെങ്കിൽ എത്രയോ 50 ലക്ഷത്തിന് ലോൺ ഉണ്ട്, നമുക്ക് എന്താണ് ലോൺ ഇൻട്രസ്റ്റ് പേയബിൾ ആയിട്ട് 5 ലക്ഷമായി. സോ ആ ക്ലയന്റിനെ, സോ അവരുടെ എന്തോ ഇൻട്രസ്റ്റ് പേയബിൾ ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ എന്താവും, അവരുടെ ഇതിനെ ബാധിക്കും, സിബിൽ സ്കോറിനെയൊക്കെ ബാധിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു പുതിയൊരു ലോൺ ആക്കി മാറ്റിയാൽ, 5 ലക്ഷത്തിന്റെ പുതിയ ലോൺ ആക്കി മാറ്റിയാലും നമുക്ക് എന്താണ് ഇത് പ്രകാരം 43B പ്രകാരം ആക്ച്വലി പെയ്ഡ് ആയിട്ട് കൂട്ടൂല. ക്ലിയർ ആണോ? അതേപോലെ ലാസ്റ്റ് ഇയറിൽ കൊണ്ടുവന്ന എക്സ്പ്ലനേഷൻ ആണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് നമ്മുടെ അസസ്മെന്റ് ഇയറിൽ കൊണ്ടുവന്ന ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ലോൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഡിബഞ്ചേഴ്സ് ഓർ എനി അതർ ഇൻസ്ട്രുമെന്റ് ബൈ which the liability to pay is deferred to a future date shall not be treated as actual payment. No. So
ലോണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് പേ ഓൺ ലോൺ എന്താണ് കൺവേർട്ട് ചെയ്ത് ഡിബഞ്ചർ ആക്കിയാലും നമുക്ക് എന്താണ് ആക്ച്വൽ പേയ്മെന്റ് കിട്ടാതെ അത് എന്തായിട്ട് കൂട്ടില്ല, ആക്ച്വൽ പേയ്മെന്റ് കിട്ടാതെ ഇൻട്രസ്റ്റ് 43B പ്രകാരം പേ ചെയ്തു എന്ന് കൂട്ടില്ല, പേ ചെയ്തു എന്ന രീതിയിൽ കൂട്ടില്ല. An individual carrying on business or purchase or sale of agricultural commodities like paddy, wheat, etc. He borrowed loan from Andhra Pradesh State Finance Corporation and Indian Bank has not paid interest as details thereunder. Andhra Pradesh Corporation Bank previous year 21-22-23 ലക്ഷം. In Indian Bank il ninnu previous year 22-23 30 ലക്ഷം. Both APSFC and Indian Bank while restructuring loan facilities of Hari during the year 2020. Restructure ചെയ്ത് കൊടുക്കുകയാണ്. So that means ആ ഒരു പാർട്ടിയുടെ ഫേവർ ആയിട്ട് സോ അവർക്ക് റീസ്ട്രക്ചർ കൊടുത്ത് അതുപോലെ എന്താണ് NPA ആയിട്ട് മാറുകയും സോ അവരുടെ ബിസിനസിനെ തന്നെ വേറൊരു ലോൺ കിട്ടാത്തൊരു അവസ്ഥയിലോട്ട് റീസ്ട്രക്ചർ ചെയ്യാണ്. കൺവേർട്ടഡ് ദ എബോവ് ഇൻട്രസ്റ്റ് പേയബിൾ ബൈ ഹരി to them as loan repayable in 60 equal installments during the year ended 31/3/2023. Hari paid 5 installments to APSFC and 3 installments to Indian Bank. Hari claimed the entire interest of 45 lakhs as expenditure while computing the income from business of purchase of sale of agricultural commodities. Examine whether his claim is valid and if not, what amount of interest, if any, allowable. No. So 45 ലക്ഷം എന്ത് ചെയ്തു റീസ്ട്രക്ചർ ചെയ്ത് കൊടുത്തു. റീസ്ട്രക്ചർ ചെയ്ത് കൊടുത്തു, കൺവേർട്ട് ഉണ്ട്. ഏത് രീതിയിൽ കൺവേർട്ട് ചെയ്താലും 43B പ്രകാരം എക്സ്പ്ലനേഷൻ പറയുന്നത് ആക്ച്വലി പേ ചെയ്യുന്ന ഇൻസ്റ്റാൾമെന്റ്സ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ പ്രീവിയസ് ഇയറിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയറിൽ എന്തായിട്ട് 43B പ്രകാരം എക്സ്പെൻഡിച്ചർ ആയിട്ട് അലൗ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും അലൗവബിൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ, എത്രയാണ് എന്നാണ് ഡിസലൗ ചെയ്യുന്ന എമൗണ്ട് എന്നൊന്ന് പറയും. ക്വസ്റ്റൻ ഒന്ന് വായിക്കുക. എത്രയായിരിക്കും ലോൺ എമൗണ്ട്, എൻറ്റയർ ലോൺ എമൗണ്ട് 45 lakhs റീസ്ട്രക്ചർ ചെയ്താലും ഉണ്ടോ. സോ നമ്മൾ സെക്ഷൻ 43B പ്രകാരം സോ ആസ് പെർ സെക്ഷൻ 43B എക്സ്പ്ലനേഷൻ പ്രകാരം എന്താണ് ഓക്കെ. സോ ലോൺ ഇൻട്രസ്റ്റ് റീസ്ട്രക്ചേർഡ് ദാറ്റ് മീൻസ് ഒന്നുകിൽ പുതിയൊരു ലോൺ ആക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം എന്തെങ്കിലും ഡിബഞ്ചർ ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് ആയിട്ടോ കൺവേർട്ട് ചെയ്താലും നമ്മൾ എന്താണ് പറയുന്നത്, അത് എന്താണ് ആക്ച്വൽ പേയ്മെന്റ് ആയിട്ട് കൂട്ടില്ല. ഡിഡക്ഷൻ അലോ ചെയ്യുന്ന എന്തിനു മാത്രമായിരിക്കും, ആക്ച്വൽ ഇൻസ്റ്റാൾമെന്റ്സ് പെയ്ഡിന് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിഡക്ഷൻ അലോ ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ ഇവിടെ എൻറ്റയർ, സോ ഇവിടെ നോക്കിയാൽ റീസ്ട്രക്ചർ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് എത്രയായിരുന്നു ലോൺ ഇൻട്രസ്റ്റ്, എത്രയാണ് ഡ്യൂ ആയി കിടക്കുന്നത് 15 lakhs അല്ലെ. ദെൻ അതേപോലെ എന്തുണ്ട് ഇന്ത്യൻ ബാങ്കിൽ എത്രയായിരുന്നു 30 lakhs അല്ലെ. സോ 30 lakhs ആണ്. സോ അങ്ങനെ 45 lakhs റീസ്ട്രക്ചർ ചെയ്ത് കൊടുത്തു. ആൾക്ക് എന്താണ് ഇൻട്രസ്റ്റ് ആയിട്ട് കിടക്കാത്ത രീതിയിൽ എന്താണ് 45 lakhs വരെ റീസ്ട്രക്ചർ ചെയ്ത് കൊടുത്തു. ഓക്കെ. സോ നമ്മുടെ പ്രീവിയസ് ഇയറിൽ പ്രീവിയസ് ഇയർ നോക്കിയാൽ അറിയാം ഈ ക്ലൈംഡ് during the year ended 31/3/2020. That means previous year 2023 എന്താണ് he paid 5 installments to APFC and 3 installments to Indian Bank. So എത്ര ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടായിരുന്നു അയാൾക്ക് ആ പറഞ്ഞ പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ഡിവൈഡ് ചെയ്ത് കൊടുത്തത്. സോ ഇവിടെ ഉണ്ടോ ഈ 15 lakhനെ ഡിവൈഡഡ് ബൈ 60 എടുക്കുമ്പോൾ എന്തും ഒരു ഇൻസ്റ്റാൾമെന്റ് എത്ര വരും, 15 lakh ഡിവൈഡഡ് ബൈ 60, ഒരു ഇൻസ്റ്റാൾമെന്റ് എത്ര വരും 25,000 വരും ഒരു ഇൻസ്റ്റാൾമെന്റ് അല്ലെ. സോ അങ്ങനെ എത്ര ഇൻസ്റ്റാൾമെന്റ്സ് അടച്ചു, ഹരി പെയ്ഡ് 5 installments ടു APFC. സോ 5 നമ്മുടെ പ്രീവിയസ് ഇയറിൽ എത്രയാണ് 5 installments അടച്ചു. അതേപോലെ 30 ലക്ഷം ഡിവൈഡഡ് ബൈ 60 വരും 50,000 വരും. അങ്ങനെ എത്ര ഇൻസ്റ്റാൾമെന്റ്സ് അടച്ചു, 3 installments അല്ലെ.
പ്രീ ഇൻസ്റ്റാൾമെന്റ്സ് ഇന്ത്യൻ ബാങ്ക്. സോ 25,000 ഇൻറ്റു 5 1,25,000. ദെൻ 50,000 ഇൻറ്റു 3 1,50,000. സോ ദാറ്റ് മീൻസ് നമുക്ക് എത്ര വരെ കിട്ടും? 2,75,000 വരെ എന്താണ് അലൗഡ് ആസ് ഡിഡക്ഷൻ അലോ ചെയ്യുന്നത്. ബാക്കി അയാൾ ക്ലെയിം ചെയ്ത 45 ലക്ഷവും അയാൾക്ക് അലൗഡ് ആണോ? ആകെ എത്രയേ അലോ ചെയ്യത്തുള്ളൂ. സോ അയാൾ റീസ്ട്രക്ചർ ഒക്കെ ചെയ്തു. അയാൾ ഇനി ഇത് ഇൻട്രസ്റ്റ് ഡ്യൂ എന്ന് പറഞ്ഞല്ല കാണിക്കുന്നത്. 43B പ്രകാരം അയാൾക്ക് എന്താണ് എൻറ്റയർ 45 ലക്ഷം ഞാൻ പേ ചെയ്തു എന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. ആകെ കൂടെ കാണിക്കാൻ പറ്റുന്ന ഡിഡക്ഷൻ എത്രയാണ്? ആക്ച്വലി പേ ചെയ്ത ഇൻട്രസ്റ്റ് പോർഷൻ ആയിട്ടുള്ള 2,75,000. സെക്ഷൻ 43B അതിന്റെ എക്സ്പ്ലനേഷനിൽ നിന്നാണ് നമുക്ക് തീരണം. പക്കാ തിയറി അറിഞ്ഞില്ല എങ്കിൽ നമുക്കിനകത്ത് തൊടാൻ പറ്റില്ല. സോ 43B പ്രകാരം സോ ഇൻട്രസ്റ്റ് എങ്ങനെ റീസ്ട്രക്ചർ ചെയ്യുകയോ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സോ അത് എന്താണ് ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ അതിനെ നമ്മളൊന്ന് മാറ്റിയെടുത്തു. ബട്ട് ആക്ച്വലി നമ്മുടെ ബിസിനസ്സിനെ ഡിഡക്ഷൻ ആയിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ജസ്റ്റ് കൺവേർഷൻ മാത്രമാണ്. ഒരു പുതിയൊരു എക്സ്ട്രാ ലോൺ കൂടെ വന്നു, എന്റെ ഒന്നും പേയ്മെന്റ് ഒന്നും വന്നില്ല. സോ അങ്ങനെ ഡിഡക്ഷൻ കാണിച്ചാൽ എന്താണ് ഡബിൾ ബെനിഫിറ്റ് ആണ്. സോ ലോൺ ഒന്നും അടച്ചിട്ടില്ല, അടച്ചിട്ടുണ്ടെങ്കിൽ ഡിഡക്ഷൻ കാണിച്ച പോലെ ആവും. സോ പറഞ്ഞു അത് പറ്റൂല. സോ നിങ്ങളുടെ എന്താണ് ആ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്നുള്ള മാറിയിട്ട് എന്തായി ഫ്രഷ് ലോൺ ആക്കി അല്ലെങ്കിൽ ഒരു കൺവേർട്ട് ചെയ്ത ഡിബഞ്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റോ ആക്കി എന്ന് പറഞ്ഞ് നിങ്ങൾ അത് പേ ചെയ്തു എന്നല്ല. സോ നിങ്ങൾ ആക്ച്വലി പ്രീവിയസ് ഇയറിൽ എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാൾമെന്റ്സ് അതിന്റെ അതിനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദാറ്റ് എമൗണ്ട് വിൽ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 43B. അല്ലാതെ വേറെ ഒന്നും നിങ്ങൾ പേ ചെയ്യാത്തത് ഡിഡക്ഷൻ ആയിട്ട് കാണിച്ച് ഇല്ലാത്ത ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. അതാണ് എന്ത് 43B. ക്ലിയർ ആണോ? സോ ഇല്ലാത്ത ഡ്യൂ ആയ എക്സ്പെൻഡിച്ചർ ഡ്യൂ ആയി പേ ചെയ്യും നമ്മുടെ പ്രീവിയസ് ഇയറിൽ പേ ചെയ്തിട്ടേ ഇല്ലാത്ത കാര്യങ്ങൾ എന്താണ് നിങ്ങൾ ഡിഡക്ഷൻ ആയിട്ട് എടുക്കണ്ട എന്ന് പറയുന്ന സെക്ഷൻ ആണ് എന്ത് 43B. ക്ലിയർ ആണോ? സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് 3 ഒറ്റ ഇനിയും കൂടെ കാര്യം കൂടെ ഉള്ളൂ. സെക്ഷൻ 44AA ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടത്. then 44AB tax audit, then 44AD presumptive profit, then 44ADA presumptive profit in case of specified profession, then 44AE. പക്ഷെ ഇത് എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അപ് ടു ദിസ് പോയിന്റ് ഒരു സെക്ഷൻ ആണ് തീർന്നു. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് പക്കാ തിയറി ഏരിയ ആണ്. അവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിരിക്കും. 44AA ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടത്. സോ 44AB കമ്പൽസറി ഓഡിറ്റ് അല്ലെങ്കിൽ ടാക്സ് ഓഡിറ്റ് മാൻഡേറ്ററി ആകുന്ന അല്ലെങ്കിൽ ഏത് അസസീസിനാണ്. ദെൻ 44ADയും ADAയും 44Aയും എന്താണ് പ്രിസംപ്റ്റീവ് പ്രോഫിറ്റ് ആപ്ലിക്കബിൾ ആകുന്ന സെക്ഷൻസ് ആണ്. സോ ഇത് എല്ലാം കൂടെ നമുക്ക് ഇത് എല്ലാം കണക്റ്റഡ് ആണ്. സോ അത് നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ ഒറ്റയടിക്ക് ഡിസ്കസ് ചെയ്ത് ഫിനിഷ് ചെയ്യും. സോ അതോടുകൂടി തിയറി പോർഷൻ തീരും. ദെൻ റിമൈനിങ് 10 വരുന്ന പ്രോബ്ലം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ PGPP. ഓക്കെ, സോ സെക്ഷൻ മസ്റ്റായിട്ട് ഓർഡറിൽ ഓർത്ത് വരിക. അത് നമ്മൾ പറഞ്ഞിരുന്നു. ചാർജബിലിറ്റി സെക്ഷൻ 28. ദെൻ സെക്ഷൻ 29 പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് PGBP ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ അതിൽ പറയുന്നുണ്ട് സെക്ഷൻ 30 മുതൽ 43D വരെ ചെയ്തിട്ടാണ്. സോ സെക്ഷൻ 30 നമ്മൾ ഡിസ്കസ് ചെയ്തു എക്സ്പെൻഡിച്ചർ ഇൻ റിലേഷൻ ടു ബിൽഡിംഗ്. ദെൻ സെക്ഷൻ 31 expenditure in relation to plant and machinery and furniture. Then section 32 depreciation. So depreciation നമ്മൾ in depth discuss ചെയ്തു. 32 subsection 1 clause 2A enhanced depreciation. Then 32 subsection 2 unabsorbed depreciation വരെയുള്ള sections നമ്മൾ അതിനകത്ത് in depth discuss ചെയ്തു. Then നമ്മൾ 35 scientific research. So അതിനകത്ത് subsection clause ഉൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. Then 35 AD specified business. Then 35D. Then 35DDA. Then 36 subsection 1 clauses എല്ലാം specified deductions. Then 37 subsection 1ഉം 37 subsection 2Bയും 38 subsection 2 നമ്മൾ proportionate basis അത് ഡിസ്കസ് ചെയ്തു. Then 40ലേക്ക് വന്നാൽ 40A1 40A1A എന്ന് ഡിസ്കസ് ചെയ്തത്. Then 40A2 അത് നമുക്ക് മെയിൻ ആയിട്ട് 40A1ഉം 1A ആണ് വരുന്നത്. Then 40B വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്ണർഷിപ്പ് കേസിൽ റെമ്യൂണറേഷനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കൊടുക്കുന്നത്. Then 40 അതിന്റെ എക്സ്പ്ലനേഷൻ എല്ലാം ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് 40A2 റിലേറ്റീവ്സിന് അൺറീസണബിൾ ഓർ എക്സസീവ്. ദെൻ 40A3 ഒരു ദിവസം ഒരാൾ കൊടുക്കുന്നത് 10,000 മുകളിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ 10,000 മുകളിലായാൽ എന്താണ് ഡിസലോ ചെയ്യും. ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ 10,000 പകരം എന്താണ് ഒരു ഹയർ ലിമിറ്റ് ആയ 35,000 വരെ ആകാം. ദെൻ പിന്നെ എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്
43A സെക്ഷൻ 41 ഡിസ്കസ് ചെയ്തു. ഡീംഡ് ഇൻകം ആണ്. സോ ഓൾറെഡി കോൺസെപ്റ്റ് എന്നതാണ്, ഓൾറെഡി നമ്മൾ ഒന്നുകിൽ P&L ഡെബിറ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്താണ് ഫുള്ള് 100% എഴുതി കളഞ്ഞ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ എന്താവും PGBP ഇൻകം. ബിക്കോസ് ഓൾറെഡി നമ്മൾ എവിടെ കൊണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, P&L PGBP ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്ത് അത് തിരിച്ചു കിട്ടിയാൽ എന്താണ്, ഓൾറെഡി ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്തുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്താണ് PGBP ഇൻകം ആയിട്ട് കാണിക്കാം. അതാണ് ആ സെക്ഷൻ 41 ഡീമിംഗ് പ്രൊവിഷന്റെ ഡീംഡ് ഇൻകം അണ്ടർ PGBP കോൺസെപ്റ്റ്. ദെൻ 43B ആക്ച്വൽ പേയ്മെന്റിന്റെ ബേസിസിൽ മാത്രം. ദെൻ ഇനി നമുക്കുള്ള 5 സെക്ഷൻ കൂടെ. ദെൻ ഒരു കോമ്പോസിറ്റ് ഇൻകം ആണെങ്കിൽ 4 റൂൾ ഉണ്ട്. റൂൾ 7A 7B 8. അതുകൂടായി കഴിഞ്ഞാൽ നമ്മുടെ PGBP കംപ്ലീറ്റ് ആകും. സോ അപ് ടു ദിസ് പോയിന്റ് ക്ലിയർ അല്ലേ? സോ റിമൈനിങ് ആ പറയുന്ന സെക്ഷൻസ് അതെല്ലാം കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പകുതിക്ക് ഡിസ്കസ് ചെയ്ത് നിർത്താത്ത. നാളെ അടുത്ത സെക്ഷനിൽ നമ്മൾ എന്താണ് കംപ്ലീറ്റ് ആ 44AE 44AB 44AD 44ADA ആൻഡ് 44AE 44AA ഉൾപ്പെടെയുള്ള ഡിസ്കസ് ചെയ്ത് തീർക്കും. ദെൻ ആ കോമ്പോസിറ്റ് ഇൻകം വരുന്ന സെനാരിയോ കൂടെ. ദെൻ ഇതിന്റെ എല്ലാം കൂടെ ചേർത്തുള്ള റിമൈനിങ് പ്രോബ്ലംസ് കൂടെ ചെയ്യുമ്പോഴത്തേക്കും സോ കംപ്ലീറ്റ്. സോ നാളെ അത് മുഴുവൻ നോക്കി വരിക. നാളെ നമ്മൾ ടോട്ടൽ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ സെക്ഷനും സോ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് കണ്ടാൽ ഏത് സെക്ഷനാണ് ഒന്നെങ്കിൽ എത്ര അലോ ചെയ്യും എത്ര ഡിസലോ ചെയ്യും എന്ന് ആ ഒരു പോയിന്റ് വായിച്ചു കഴിയുമ്പോൾ തന്നെ മനസ്സിലാകുന്ന സെക്ഷൻ ഉൾപ്പെടെ കോട്ട് ചെയ്ത് നമുക്ക് ആൻസർ എഴുതാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും എല്ലാ പ്രോബ്ലം നമുക്ക് സുഖമായിട്ട് ചെയ്യാം PGBP. സോ ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് റിമൈനിങ് ആ സെക്ഷൻസ് പ്ലസ് പ്രോബ്ലം അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.